അടുത്തെടുക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ചാപ്റ്റർ ആണ് സമ്പത്തും ലോകവുമാണ്. ഇത് ഹിസ്റ്ററിയിലെ 4ാമത്തെ പാഠമാണ് നമ്മളൊന്ന് എടുക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ, നമുക്കതിൽ ആവശ്യമുള്ളത് നോക്കാം. അപ്പോൾ കുരുമുളകും യൂറോപ്യരും ശൈത്യകാലത്ത് ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുവാനും ഔഷധ ആവശ്യങ്ങൾക്കുമായാണ് കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ യൂറോപ്യർ ഉപയോഗിച്ചിരുന്നത്. ഇവ കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ് അവർക്ക് ലഭിച്ചിരുന്നത്. ഈ പാത അടയ്ക്കപ്പെട്ടതോടെ കടൽ മാർഗത്തിലൂടെയെങ്കിലും ഏഷ്യയിലേക്ക് പുതിയൊരു വാണിജ്യ പാത കണ്ടെത്താൻ യൂറോപ്യർ നിർബന്ധിതരായി. അതാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ കോൺസ്റ്റാന്റിനോപ്പിൾ നമ്മൾ തുടക്കം മുതലേ മനസ്സിലാക്കിയ കാര്യങ്ങളാണല്ലേ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, കോൺസ്റ്റാന്റിനോപ്പിളിന്റെ കാണുന്നില്ലേ ഒരു സഞ്ചാരപാത എന്ന് പറയണത്, അതാണ് ഇവിടെ കാണിക്കുന്നത്. സഞ്ചാരപാതയാണ് കാണിക്കുന്നത്. ഇനി അടുത്തത് നോക്കിക്കോളൂ, അതായത് ഈ രാജ്യങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഭൂപടത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഈ രാജ്യങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾക്ക് സഹായകമായി. സമുദ്ര പര്യവേഷണ യാത്രകൾക്ക് ഈ രാജ്യത്തെ സഹായിച്ച മറ്റു ഘടകങ്ങൾ പറഞ്ഞാൽ മഹാസമുദ്രങ്ങൾ മുറിച്ചുകടക്കാൻ ശേഷിയുള്ള കപ്പലുകളുടെ നിർമ്മാണം, കടലിൽ ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന നാവിക ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തം, ഭരണാധികാരികൾ നൽകിയ ശക്തമായ പിന്തുണ, സൈനിക ശേഷി, സമുദ്ര യാത്രാനുഭവങ്ങള്, ഭൂപട നിർമ്മാണം, വാനനിരീക്ഷണം എന്നീ മേഖലകളിൽ നേടിയ പുരോഗതി. ഇനി യൂറോപ്യർ ഇതര ഭൂഖണ്ഡങ്ങളിലേക്കുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കായിരുന്നു യൂറോപ്യരുടെ ആദ്യത്തെ പര്യവേഷണ യാത്രകൾ. ആഫ്രിക്കയിലെ നൈജർ സമതലത്തിലെ സ്വർണത്തെക്കുറിച്ചുള്ള അറിവാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലേക്കുള്ള സമുദ്രയാത്രകൾക്ക് പോർച്ചുഗലിനെ പ്രധാനമായും പ്രേരിപ്പിച്ചത്. 1415 മൊറോക്കൻ തീരത്തെ സ്യൂത്ത പിടിച്ചടക്കിയതോടുകൂടിയാണ് ആഫ്രിക്കയിലെ പോർച്ചുഗീസ് അധിനിവേശം ആരംഭിക്കുന്നത്. ഈ പ്രദേശം ക്രമേണ പോർച്ചുഗലിന് ധാന്യങ്ങളും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും ശേഖരിക്കുന്ന ഇടമായി മാറി. പടിഞ്ഞാറൻ ആഫ്രിക്കയിലുള്ള ബൊജാദർ മുനമ്പ് മുറിച്ചു കടക്കുക എന്നത് പോർച്ചുഗീസുകാർക്ക് ഏറെ ക്ലേശകരമായ കാര്യമായിരുന്നു. 1434 അതിന് സാധിച്ചതോടെ അവർക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കൻ തീരത്തുള്ള മറ്റ് പ്രദേശങ്ങളിൽ എത്തിച്ചേരാൻ എളുപ്പമായി. തൽഫലമായി അടിമകളുടെയും സ്വർണത്തിന്റെയും വ്യാപാരത്തിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ പോർച്ചുഗീസ് രാജാവിന് സാധിച്ചു. ഇത് കൂടുതൽ സമുദ്രയാത്രകൾ സംഘടിപ്പിക്കുവാൻ പോർച്ചുഗീസുകാർക്ക് പ്രേരണയായി. ആഫ്രിക്കൻ വൻകരയ്ക്കു പുറമെ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തിന് സമീപത്തുള്ള അറ്റ്ലാന്റിക് ദ്വീപുകളിലും പോർച്ചുഗീസുകാർ ക്രമേണ കൃഷി വ്യാപിപ്പിക്കുകയും കോളനികൾ സ്ഥാപിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ ആഫ്രിക്കൻ തീരത്തെ പര്യവേഷണങ്ങളും അറ്റ്ലാന്റിക് ദ്വീപുകളിലെ കോളനിവൽക്കരണവും ഏഷ്യയിലേക്കുള്ള സമുദ്രപാത കണ്ടെത്താനുള്ള പോർച്ചുഗീസുകാരുടെ യാത്രാ പരമ്പരകൾക്ക് പശ്ചാത്തലമൊരുക്കി. അപ്പോൾ കോളനിവൽക്കരണം എന്നാൽ നമുക്ക് നോക്കാം എന്താണെന്ന്. ഒരു രാജ്യം തങ്ങളുടേതല്ലാത്ത പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കുന്ന പ്രക്രിയയാണ് കോളനിവൽക്കരണം. അതായത് ഒരു രാജ്യം തങ്ങളുടേതല്ലാത്ത പ്രദേശത്ത്, ഇപ്പോ അമേരിക്ക വന്നിട്ട് നമ്മുടെ ഇന്ത്യയിൽ എന്താണ് ഒരു ആധിപത്യം സ്ഥാപിച്ചതെന്ന് നമ്മൾ കോളനിവൽക്കരണം എന്ന് പറയട്ടെ. അതാണ് തൻ്റേതല്ലാത്ത പ്രദേശത്ത് വന്നിട്ട് ആധിപത്യം സ്ഥാപിക്കുന്നതിന് നമ്മളൊന്ന് വിളിക്കുക കോളനിവൽക്കരണം. ഇങ്ങനെ സ്ഥാപിക്കുന്ന കോളനികളിൽ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക ആധിപത്യത്തിലൂടെ ചൂഷണം നടത്താൻ അധീശ രാജ്യങ്ങൾ ശ്രമിച്ചു. ഈ കോളനിവൽക്കരണത്തിലൂടെ എന്താണ് സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക ആധിപത്യത്തിലൂടെ അവരെന്താണ് ചൂഷണം ചെയ്യാൻ അധീശ രാജ്യങ്ങൾ ശ്രമിച്ചു. നോക്കിക്കോളൂ, അറ്റ്ലാന്റിക് ദ്വീപുകൾ നോക്കിക്കോളൂ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളാണ് അറ്റ്ലാന്റിക് ദ്വീപുകൾ. മദൈര, അസോറസ്, കാനറി, കേപ്പ് വെർദ് എന്നിവയാണ് ഇവയിൽ പ്രധാന ദ്വീപുകൾ. കാർഷികോൽപാദന കേന്ദ്രമായും തുറമുഖ കേന്ദ്രമായും ഈ ദ്വീപുകളെ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. ഇവിടെ ആധിപത്യം സ്ഥാപിച്ച പോർച്ചുഗീസുകാർ ആഫ്രിക്കയിൽ ഇടപെടാനുള്ള പ്രധാന കേന്ദ്രമായും ഏഷ്യൻ സഞ്ചാരത്തിന് പോകുന്ന കപ്പലുകൾക്ക് വെള്ളവും ഭക്ഷണവും ലഭ്യമാക്കുന്ന ഇടത്താവളമായും ഈ ദ്വീപുകളെ ഉപയോഗപ്പെടുത്തി. പിന്നീട് കാനറി ദ്വീപുകൾ സ്പെയിനിന്റെ നിയന്ത്രണത്തിലായി. പോർച്ചുഗീസ് നാവികനായ ബെർത്തലോമിയോ ഡയസ് 1488 ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ, കണ്ട കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എവിടെയാണ്? ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ളതാണ്, താഴെ ആഫ്രിക്കയുടെ താഴെ കേട്ടോ, അതാണ് തെക്ക് അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പില്, അതായത് ശുഭപ്രതീക്ഷ മുനമ്പ് കേട്ടോ,
കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ ശുഭപ്രതീക്ഷാ മുനമ്പ് എത്തിച്ചേർന്നു. ആരാണ് എത്തിച്ചേർന്നത്? ബർത്തലോമിയോ ഡയസ് ആട്ടോ, പോർച്ചുഗീസ് നാവികനാണ്. 1488 കേട്ടോ. അപ്പോ പോർച്ചുഗീസ് നാവികൻ ബർത്തലോമിയോ ഡയസ് 1487 ആഫ്രിക്കയുടെ തെക്ക് ഭാഗത്തായുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, അതായത് ശുഭപ്രതീക്ഷാ മുനമ്പിൽ എത്തിച്ചേർന്നു. പ്രക്ഷുബ്ധമായ കടൽ മറികടന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേരാനാകാതെ അദ്ദേഹം തിരികെ പോയി. ഇതേ തുടർന്ന് പോർച്ചുഗീസുകാർ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ ഭേദിച്ച് സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കപ്പലുകൾ നിർമ്മിച്ചു. അതിനുശേഷം ഈ പാത തന്നെ പിന്തുടർന്ന് സമുദ്രയാത്ര ആരംഭിച്ച വാസ്കോഡ ഗാമ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലൂടെ ആഫ്രിക്കയുടെ കിഴക്കൻ തീരം ചുറ്റി 1498 ഇന്ത്യയിലെ കോഴിക്കോടുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു. അപ്പോ നമ്മുടെ വാസ്കോഡ ഗാമ എപ്പോഴാണ് കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങിയത്? 1498 ശ്രദ്ധിച്ചോളൂ, 1498. ഇതോടെ ഏഷ്യൻ പ്രദേശങ്ങളിലെ യൂറോപ്യൻ ആധിപത്യത്തിന് തുടക്കമിട്ടു. ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങളിൽ പങ്കാളിയായ മറ്റൊരു രാജ്യം സ്പെയിനായിരുന്നു. പോർച്ചുഗീസുകാരെ പോലെ ദൈർഘ്യമേറിയ കടൽത്തീരവും സമുദ്രയാത്രാ പാരമ്പര്യവും അവർക്കുമുണ്ടായിരുന്നു. സ്പെയിനിലെ ഭരണാധികാരികളായ ഫെർഡിനൻഡിന്റെയും ഇസബെല്ലയുടെയും സഹായവും പര്യവേഷകർക്ക് ലഭിച്ചിരുന്നു. സ്പെയിനിന്റെ സാമ്പത്തിക സഹായത്തോടെ 1492 ഇറ്റാലിയൻ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ്, അപ്പൊ ക്രിസ്റ്റഫർ കൊളംബസ് എവിടെയാണ്? ഇറ്റാലിയൻ നാവികനുണ്ടോ. ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയുടെ തെക്ക് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ബഹാമാസ് ദ്വീപിൽ എത്തിച്ചേർന്നു. അന്നുവരെ യൂറോപ്പിൽ അറിയപ്പെടാതിരുന്ന ഒരു ഭൂഖണ്ഡത്തിന്റെ കണ്ടെത്തലിലേക്ക് ഇത് നയിച്ചു. ഇതോടെ ഈ ഭൂപ്രദേശവും യൂറോപ്പിൽ അധിനിവേശത്തിനും ചൂഷണത്തിനും വിധേയമായി തീർന്നു. പുതിയ ലോകം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ ഭൂപ്രദേശം പിന്നീട് അമേരിക്ക എന്നറിയപ്പെട്ടു. അപ്പോൾ അമേരിക്ക എന്നറിയപ്പെടുന്നത് ഏതാണ്? ബഹാമാസ് ദ്വീപാണ് കേട്ടോ. അതാണ് ബഹാമാസ് ദ്വീപാണ് പിന്നീട് എന്തായി മാറിയത്? നമ്മുടെ അമേരിക്ക എന്നറിയ കേട്ടോ. അമേരിക്ക, ശ്രദ്ധിച്ചോളൂ, അമേരിക്ക. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇത് നമ്മൾ നോക്കിയതാണ് വാസ്കോഡ ഗാമ, കണ്ടില്ലേ നിങ്ങളെ. ഇനി പ്രിൻസ് ഹെൻറി നോക്കാം. പ്രിൻസ് ഹെൻറി ശ്രദ്ധിച്ചോളൂ. പോർച്ചുഗീസ് രാജകുമാരനും പര്യവേഷകനുമായ ഹെൻറി സമുദ്രയാത്രകളെ പ്രോത്സാഹിപ്പിച്ചു. 1419 പോർച്ചുഗലിലെ സാഗ്രസിൽ ആദ്യത്തെ നാവിഗേഷൻ സ്കൂൾ അദ്ദേഹം സ്ഥാപിച്ചു. സമുദ്രയാത്രകൾ, ഭൂപട നിർമ്മാണം എന്നീ മേഖലകളിൽ നാവികർക്ക് പരിശീലനം നൽകുക എന്നതായിരുന്നു ഈ സ്കൂളിന്റെ ലക്ഷ്യം. അറ്റ്ലാന്റിക് ദ്വീപുകളുടെ കണ്ടെത്തലുകൾക്കും ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തെ പര്യവേഷണങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകി. ഇനി അടുത്തത് ശ്രദ്ധിച്ചോളൂ. അമേരിക്ക എന്ന പേര് വന്നത് എങ്ങനെ, അത് നമുക്ക് നോക്കാം. ബർത്തലോമിയോ ഡയസിന് ശേഷം ഏഷ്യയിലേക്കുള്ള സമുദ്രപാത കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. ബർത്തലോമിയോ ഡയസ് പോർച്ചുഗീസ്, കൊളംബസ് ആണ് ഇറ്റലിക്കാരനാണ് കേട്ടോ. 1492 അദ്ദേഹം വടക്കേ അമേരിക്കയുടെ സമീപത്തുള്ള ബഹാമാസ് ദ്വീപുകളിൽ എത്തിച്ചേർന്നു. താൻ കണ്ടെത്തിയ പ്രദേശം ഇന്ത്യയാണെന്ന് അദ്ദേഹം കരുതി. അതായത് ആദ്യം വന്നപ്പോ ഈ ബഹാമാസ് ദ്വീപ് എന്താണ്, അത് ഇന്ത്യയാണെന്ന് വിചാരിച്ചു. പിന്നീട് മറ്റൊരു ഇറ്റാലിയൻ സഞ്ചാരിയായ അമേരിഗോ, കണ്ടോ, അമേരിഗോ വെസ്പുച്ചി യാണ് ഇതൊരു പുതിയ ഭൂഖണ്ഡമാണെന്ന് തിരിച്ചറിഞ്ഞത്. അമേരിഗോ കണ്ടുപിടിച്ചുകൊണ്ടാണ് അദ്ദേഹം അമേരിക്ക എന്ന് പേരിട്ടു കേട്ടാ. അദ്ദേഹം ഈ പ്രദേശത്തെ പുതിയ ലോകം എന്ന് വിളിച്ചു. അമേരിഗോ വെസ്പുച്ചി എന്താണ് വിളിച്ചത്? പുതിയ ലോകം എന്നാണ് ബഹാമാസ് ദ്വീപുകളിനെ വിളിച്ചത്. 1507 ജർമ്മൻ ഭൂപട നിർമ്മാതാവായ മാർട്ടിൻ വാൾഡ് സീമുള്ളാർ, കണ്ടാ, മാർട്ടിൻ വാൾഡ് സീമുള്ളാർ അമേരിഗോ വെസ്പുച്ചിയുടെ പേരുമായി ബന്ധപ്പെടുത്തി ഈ പ്രദേശങ്ങൾക്ക് അമേരിക്ക എന്ന് പേര് നൽകി. അപ്പോൾ അമേരിഗോ വെസ്പുച്ചിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പൊ പുതിയ ലോകം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അമേരിക്ക കേട്ടോ. അമേരിക്കയാണ്, ശ്രദ്ധിച്ചോളൂ. 1492 1492 നമ്മുടെ ആരാണ്, ശ്രദ്ധിച്ചോളൂ, അമേരിഗോ വെസ്പുച്ചി കേട്ടോ, ബഹാമാസ് ദ്വീപിലെത്തിയത്. ഇനി ഇക്കാലത്ത് മറ്റ് പ്രധാന ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾ ചുവടെ നൽകുന്നു. നോക്കിക്കോളൂ, വ്യക്തികളും പര്യവേഷണങ്ങളും. പെഡ്രോ അൽവാരസ് കബ്രാൾ എന്ന് പറഞ്ഞാൽ ബ്രസീൽ, അൽവാരസ് ബ്രസീൽ. അടുത്തത് ഫെർഡിനൻഡ് മെഗല്ലൻ. ആദ്യമായി സമുദ്രത്തിലൂടെ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചത് ആരാണ്? മെഗല്ലൻ ആണ് അല്ലേ. ഫെർഡിനൻഡ് മെഗല്ലനാണ് ആദ്യമായി സമുദ്രത്തിലൂടെ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചത്. ജോൺ കബോട്ട് ന്യൂ ഫൗണ്ട്ലാൻഡ്
അബൌട്ട് ന്യൂ ഫൗണ്ട് ലാൻഡ്. അടുത്ത് നോക്കൂ, ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾ സുപ്രധാനമായ നിരവധി അനന്തരഫലങ്ങൾ സൃഷ്ടിച്ചു. അവ എന്തെല്ലാമെന്ന് നോക്കാം. അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്നീ വൻകരകളിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാന പാതയായി അറ്റ്ലാന്റിക് തീരം മാറി. തൽഫലമായി മെഡിറ്ററേനിയൻ വാണിജ്യം തകരുകയും അറ്റ്ലാന്റിക് തീരത്തെ വാണിജ്യം വളരുകയും ചെയ്തു. ഇപ്പൊ അറ്റ്ലാന്റിലൂടെ പോവുകയാണെങ്കിൽ അറ്റ്ലാന്റിക് തീരത്തുള്ള വാണിജ്യമല്ലേ വളരുക, മെഡിറ്ററേനിയൻ തീരത്തിലുള്ള വാണിജ്യം എന്തായത് കുറഞ്ഞു. അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളിലെ പല പ്രദേശങ്ങളും യൂറോപ്യൻ അധിനിവേശത്തിന്റെ കീഴിലായി. യൂറോപ്യനല്ലേ ഇതിലൂടെ പോയത്, അപ്പൊ അവരെന്താണ് പല പ്രദേശങ്ങളും അവരുടെ കയ്യിലാക്കി. ഏഷ്യയിലെ കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാരം യൂറോപ്യൻ കുത്തകയാക്കി മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചു. തെക്കേ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ സ്വർണവും വെള്ളിയും യൂറോപ്പിലേക്ക് എത്തി. അപ്പൊ എവിടെയാണ്? തെക്കേ അമേരിക്കയിലാട്ടാ സ്വർണവും വെള്ളിയൊക്കെ കൂടുതലുള്ളത്, അത് യൂറോപ്പിലെത്തി. അവയുടെ ഒരു ഭാഗം ഇന്ത്യയിലേക്കും എത്തി. യൂറോപ്പും ആഫ്രിക്കയും അമേരിക്കയും ഉൾപ്പെട്ട ത്രികോണ വ്യാപാരത്തിന്റെ വികാസം. അപ്പൊ ത്രികോണ വ്യാപാരം ഏതൊക്കെ രാജ്യങ്ങളാണ് ചോദിച്ചു കഴിഞ്ഞാല് യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക ട്ടാ. ത്രികോണ വ്യാപാരം, ട്രയാങ്കുലർ ട്രേഡ് പറഞ്ഞാൽ എവിടെയാണ്? യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക. ഇങ്ങനെ പഠിച്ചാൽ മതി. ആയു ഇങ്ങനെ പഠിച്ചാൽ മതി. ആയു. അപ്പൊ ആഫ്രിക്ക, അമേരിക്ക, യൂറോപ്പ്. ആയു അല്ലെങ്കിൽ ഔവ എന്ന് പഠിച്ചാൽ പറ്റും. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? എന്ത്? AUA ഔവ. അപ്പൊ എന്താണ്? യൂറോപ്പ്, ആഫ്രിക്ക, അതുപോലെ തന്നെ യൂറോപ്പ്, അമേരിക്ക എന്ന് കിട്ടും കേട്ടാ. സ്വർണം, വെള്ളി എന്നിവ വർദ്ധിച്ച അളവിൽ യൂറോപ്പിൽ എത്തിയതോടെ നാണയ ഉപയോഗത്തിന്റെ തോത് വർദ്ധിച്ചു. ഇനി നമുക്ക് ഇവിടെയുള്ള ത്രികോണ വ്യാപാരം നോക്കാം. അറ്റ്ലാന്റിക് ത്രികോണ വ്യാപാരത്തിൽ യൂറോപ്പിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ആഫ്രിക്കയിൽ എത്തിച്ച് വിറ്റഴിച്ചു. അവിടെ നിന്ന് അടിമകളെ വാങ്ങി അമേരിക്കയിൽ കൊണ്ടുപോയി വിൽക്കുകയും അമേരിക്കയിൽ നിന്ന് പഞ്ചസാരയും വീഞ്ഞും പരുത്തിയും യൂറോപ്പിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തതാണ് ത്രികോണം. ഒരു ത്രികോണം കംപ്ലീറ്റ് ആയല്ലോ. അതായത് അറ്റ്ലാന്റിക് ത്രികോണ വ്യാപാരത്തില് യൂറോപ്പിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ എവിടെ കൊണ്ടുപോയി വിറ്റൊഴിച്ചു? ആഫ്രിക്കയിൽ. ആഫ്രിക്കയിലുള്ള അടിമകളെ എവിടെ കൊണ്ടുപോയിട്ട്? അമേരിക്കയിൽ കൊണ്ടുപോയിട്ട്. അമേരിക്കയിലുള്ള പഞ്ചസാരയും വീഞ്ഞും എവിടെ കൊണ്ടുപോയിട്ടാക്കി? യൂറോപ്പില്. അപ്പൊ ഇതാണ് നമ്മൾ എന്ത് പറയാ? ത്രികോണ വ്യാപാരം എന്ന് പറയാ ട്ടാ. ശ്രദ്ധിച്ചോളൂ, ത്രികോണ വ്യാപാരം അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ് ട്ടാ, മറക്കരുത്. ഇനി അടുത്ത് നോക്കാൻ പോണത്, ക്രമേണ പോർച്ചുഗൽ, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ വ്യാപാരാധിപത്യം തകരുകയും നെതർലാൻഡ്സ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ആ സ്ഥാനം കൈയടക്കുകയും ചെയ്തു. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള കിടമത്സരത്തിൽ നെതർലാൻഡ്സിനെ പിന്തള്ളി ഇംഗ്ലണ്ടും ഫ്രാൻസും ഏഷ്യയിലും ആഫ്രിക്കയിലും അമേരിക്കയിലും കോളനികൾ സ്ഥാപിച്ചു. ആരൊക്കെയാണ്? ഇംഗ്ലണ്ടും ഫ്രാൻസും കേട്ടാ. അടുത്തത്, സ്പെയിൻ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളുടെ അധീനതയിലുണ്ടായിരുന്ന അമേരിക്കൻ പ്രദേശങ്ങളാണ് പിന്നീട് ലാറ്റിൻ അമേരിക്ക എന്നറിയപ്പെട്ടത്. കോളനിവൽക്കരണത്തിലൂടെ സാമ്പത്തിക നേട്ടം കൊയ്യാനുള്ള ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ കിടമത്സരത്തിന് പിൽക്കാല ലോകം സാക്ഷ്യം വഹിച്ചത്. അടുത്ത് നോക്കൂ, ഇവിടെ ഇന്ത്യ, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക വൻകരകളാണ് കാണിക്കുന്നത്. വൻകരകൾ ശ്രദ്ധിച്ചോളൂ കേട്ടാ. അതില് എന്താണ് ഫ്രാൻസ് വന്നത് എവിടെയൊക്കെയാണ് നോക്ക്. ഫ്രാൻസ് വന്നിട്ടുണ്ട്, ആഫ്രിക്കന്റെ ഭാഗത്തുണ്ട്, അതുപോലെ തന്നെ നെതർലാൻഡ്സ്, അങ്ങനെ ഓരോ രാജ്യങ്ങളുടെ ഇവിടെ കാണിക്കുന്നു കേട്ടാ. ശ്രദ്ധിച്ചോളൂ. അടുത്തത് മർക്കന്റിലിസം. ശ്രദ്ധിച്ചോളൂ, മർക്കന്റിലിസം. അതൊന്നും ഞാനൊന്ന് വായിക്കുന്നുണ്ട്, നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കാണ്. 1499 ഇന്ത്യയിൽ നിന്ന് മടങ്ങിയെത്തിയ വാസ്കോഡ ഗാമ. അപ്പൊ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോഴാണ് 1498 വന്നു. 1499 നിന്ന് ഇന്ത്യയിൽ നിന്ന് മടങ്ങിയെത്തിയ വാസ്കോഡ ഗാമയ്ക്ക് മാനുവൽ രാജാവും രാജ്യസഭയും മികച്ച സ്വീകരണം നൽകുന്ന വേളയിൽ രാജ്യസഭയിലെ ഒരു അംഗമായ വിമിയോസോ പ്രഭു വാസ്കോഡ ഗാമയോട് ചോദിച്ചു, ഇന്ത്യയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചരക്കുകൾ ലഭിക്കും? പകരം ഇന്ത്യക്കാർക്ക് എന്താണ് വേണ്ടത്? കുരുമുളക്, കറുവപ്പട്ട, ഇഞ്ചി, കുന്തിരിക്കം, കസ്തൂരി എന്നിവ ഇന്ത്യയിൽ നിന്നും ലഭിക്കുമെന്നും സ്വർണം, വെള്ളി, വെൽവെറ്റ്, സ്കാർലറ്റ് തുണി എന്നിവയാണ് പകരം ഇന്ത്യക്കാർക്ക് വേണ്ടതെന്നും വാസ്കോഡ ഗാമ മറുപടി പറഞ്ഞു. തുടർന്ന് പ്രഭു ഇങ്ങനെ പ്രതികരിച്ചു, അങ്ങനെയെങ്കിൽ അവർ നമ്മളെയാണ് കണ്ടുപിടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ പറയണത്. അപ്പോൾ ഇനി അടുത്ത് ബുള്ളിയൻ നാണയം നമുക്ക് നോക്കാം. എന്താണെന്ന് ബുള്ളിയൻ നാണയം? സമ്പത്ത് എന്ന നിലയ്ക്ക് ശേഖരിച്ച സ്വർണം, വെള്ളി എന്നിവ വിലപിടിപ്പുള്ള ലോഹങ്ങൾ ബുള്ളിയൻ എന്ന് വിളിക്കപ്പെട്ടു. അപ്പൊ എന്താണ്? വിലപിടിപ്പുള്ള ലോഹങ്ങളായിട്ടുള്ള സ്വർണം, വെള്ളിനെ നമ്മൾ എന്ത് വിളിക്കുക? ബുള്ളിയൻ ലോഹങ്ങൾ എന്ന് വിളിക്കുക അല്ലെ. ബുള്ളിയൻ നാണയത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളുടെ അളവും അതിന്റെ മൂല്യവുമാണ് വിനിമയത്തിന് പരിഗണിക്കപ്പെടുന്നത്.
ഒരു സ്വർണ്ണ നാണയത്തിലെ സ്വർണത്തിന്റെ മൂല്യം അതിന്റെ വിനിയോഗ മൂല്യമായി പരിഗണിക്കുന്നതാണ് ബുള്ളിയൻ സമ്പ്രദായം. ഇനി നോക്കിക്കോളൂ, ശ്രദ്ധിച്ചോളൂ. വാസ്കോഡ ഗാമയും ബിമിയോസോ പ്രഭുവും തമ്മിലുള്ള സംഭാഷണം നമ്മൾ നോക്കിയില്ലേ. അക്കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നയം സ്വർണവും വെള്ളിയും നേടുക എന്നതായിരുന്നു. സ്വർണവും വെള്ളിയും ഇന്ത്യക്കാർക്ക് നൽകേണ്ടി വരുമെന്ന് വാസ്കോഡ ഗാമയിൽ നിന്ന് അറിഞ്ഞപ്പോഴാണ് പ്രഭു ഇത്തരത്തിൽ പ്രതികരിച്ചത്. വ്യാപാരത്തിലൂടെ സ്വർണവും വെള്ളിയും നേടുക എന്നതിന് പ്രാധാന്യം നൽകുന്ന അക്കാലത്തെ സാമ്പത്തിക നയം മെർക്കന്റിലിസം എന്നറിയപ്പെടുന്നു. അപ്പൊ സ്വർണവും വെള്ളിയും നേടുക എന്നതിന് വേണ്ടിയുള്ള വ്യാപാര നയമാണെന്ത്? മെർക്കന്റിലിസം എന്ന് പറയുന്നത്. ഈ നയപ്രകാരം ഒരു രാജ്യത്തിന്റെ കൈവശമുള്ള സ്വർണത്തിന്റെയും വെള്ളിയുടെയും ശേഖരമാണ് ആ രാജ്യത്തിന്റെ സമ്പത്തിനെ നിർണ്ണയിക്കുന്നത്. ഈ നയം പിന്തുടർന്ന രാജ്യങ്ങൾ സ്വർണത്തിന്റെയും വെള്ളിയുടെയും രൂപത്തിൽ സമ്പത്ത് ശേഖരിക്കാൻ ഉത്സാഹിച്ചു. തങ്ങളുടെ രാജ്യത്തേക്കുള്ള ഇറക്കുമതി കുറയ്ക്കുകയും കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തങ്ങളുടെ കൈവശമുള്ള സമ്പത്ത് സ്വർണവും വെള്ളിയും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും മറ്റു രാജ്യങ്ങളിൽ നിന്ന് പരമാവധി സമ്പത്ത് ആർജിക്കാനും കഴിയുമെന്നതാണ് മെർക്കന്റിലിസ്റ്റ് നയത്തിന്റെ സവിശേഷത എന്ന് പറഞ്ഞിട്ടാ. അടുത്തത് കൊളോണിയൽ നയങ്ങള്. കോളനികളിൽ നിന്ന് പരമാവധി സമ്പത്ത് തങ്ങളുടെ രാജ്യങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അധീശ രാജ്യങ്ങൾ നടപ്പിലാക്കുന്ന നയങ്ങളെയും തന്ത്രങ്ങളെയുമാണ് കൊളോണിയൽ നയങ്ങൾ എന്ന് വിളിക്കുന്നത്. ഏഷ്യയിലെ സുഗന്ധദ്രവ്യങ്ങളുടെ വ്യാപാര കുത്തക അറബികളിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ കൊളോണിയൽ നയത്തിന്റെ മുഖ്യ ലക്ഷ്യം. ഈ നയപ്രകാരം കോളനികളിലെ വ്യാപാരം പോർച്ചുഗീസ് രാജാവിന്റെ കുത്തകയായി മാറി. മറ്റ് യൂറോപ്യൻ ശക്തികളെ ഈ വ്യാപാരത്തിൽ നിന്ന് അകറ്റി നിർത്തുവാനും അവർ ശ്രമിച്ചു. ഇക്കാരണത്താൽ പോർച്ചുഗീസുകാരല്ലാത്ത യൂറോപ്പിലെ പോർച്ചുഗീസ് കപ്പലുകളിൽ യാത്ര ചെയ്യാൻ അവർ അനുവദിച്ചിരുന്നില്ല. സ്പെയിനും തങ്ങളുടെ കോളനികളെ രാജാവിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാക്കി. അമേരിക്കയിൽ നിന്നുള്ള സ്വർണവും വെള്ളിയും സ്പെയിനിലേക്ക് പരമാവധി എത്തിക്കാൻ അവർ ശ്രമിച്ചു. ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ വഴിയാണ് വ്യാപാരം നടത്തിയിരുന്നത്. ഡച്ചും ഇംഗ്ലീഷും എന്താണ്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ് കേട്ടോ. എന്നാൽ പോർച്ചുഗൽ, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ കോളനികളുമായുള്ള വ്യാപാരം രാജാക്കന്മാർ നേരിട്ടാണ് നടത്തിയിരുന്നത്. രാജാക്കന്മാർ വ്യാപാരത്തിലൂടെ കൈവരിച്ച സാമ്പത്തിക ലാഭം കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നതിനും മോടി പിടിപ്പിക്കുന്നതിനും വേണ്ടി ചെലവഴിച്ചു. കമ്പനികളാകട്ടെ അവർ സ്വന്തമാക്കിയ ലാഭം വീണ്ടും വ്യാപാരത്തിൽ നിക്ഷേപിച്ച് കൂടുതൽ വരുമാനം നേടി. ഇത് ഇംഗ്ലണ്ടിൽ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്താണെന്ന് നോക്കാം. മൂലധനത്തിന്റെ ഏകീകരണത്തിന് പ്രാധാന്യം നൽകി രൂപീകരിക്കുന്നവയാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ. ഇവ വിവിധ സ്രോതസ്സുകളിൽ നിന്നും മൂലധനം ഏകീകരിക്കുകയും നിക്ഷേപത്തിന് സൗകര്യമൊരുക്കുകയും ചെയ്യുന്നു. ഓരോ നിക്ഷേപകർക്കും ഇതിൽ ഓഹരി ഉണ്ടായിരിക്കുന്നതാണ്. നോക്കിക്കോളൂ, അടുത്തത് കോളനിവൽക്കരണവും തദ്ദേശീയ ജനതയുമാണ് നോക്കാൻ പോകും നമുക്ക്. അതിൽ ആദ്യമൊന്നും ആവശ്യമില്ല. യൂറോപ്യൻ അടിമക്കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട ഔലൗദ, നോക്കിക്കോളൂ, ഒലൗദ ഇക്കിയാനോ എന്ന ആഫ്രിക്കൻ സ്വദേശിയുടെ വിവരണമാണ് നമ്മൾ നോക്കിയത് കേട്ടോ. അതൊന്നും ആവശ്യമില്ലാത്ത പേരാണ്. കോളനിവൽക്കരണത്തിന്റെ മറ്റു ഫലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. കോളനിവൽക്കരണത്തിന്റെ ഫലങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോളൂ. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കോളനികളുടെ സമ്പത്ത് ഒഴുകിയില്ലേ. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കോളനികളുടെ സമ്പത്ത് ഒഴുകി. തദ്ദേശീയർക്ക് തങ്ങളുടെ പ്രദേശങ്ങൾക്കു മേലുള്ള സാമ്പത്തിക രാഷ്ട്രീയ അധികാരങ്ങൾ നഷ്ടപ്പെട്ടു. കോളനികളിലെ തദ്ദേശീയ സംസ്കാരങ്ങൾ തകർച്ച നേരിട്ടു. കോളനികളിൽ പാശ്ചാത്യ ജീവിത രീതികളുടെ വ്യാപനമുണ്ടായി. ക്രിസ്തുമതം കോളനികളിൽ പ്രചരിക്കപ്പെട്ടു. നോക്കിക്കോളൂ, അടുത്തത് സ്പെയിൻകാരനായ ഹെർനൻ കോർട്ടസും സംഘവും മെക്സിക്കോയിലെ അമേരിക്കൻ ഭൂഖണ്ഡമാണ് മെക്സിക്കോട്ട. ആസ്ടെക്കുകളുടെ തലസ്ഥാനമായ ടെനോസ്റ്റിലാനിൽ എത്തിയപ്പോഴുള്ള രംഗമാണ് ചിത്രത്തിൽ കാണുന്നത്. ഇവിടെ ചിത്രത്തിൽ കാണുന്നില്ലേ, അതാണ്. നോക്കിക്കോളൂ. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് തദ്ദേശീയർ അവർക്ക് ഭക്ഷണവും സമ്മാനങ്ങളും നൽകുന്നു. ചിത്രത്തിൽ ഹെർനൻ കോർട്ടസിന് സമീപം നിൽക്കുന്ന തദ്ദേശീവാസിയായ ഡോണ മരീനയായിരുന്നു ദ്വിഭാഷി. ഇത്തരം ദ്വിഭാഷികളുടെ സഹായത്തോടെയാണ് യൂറോപ്യർ തദ്ദേശീയരുമായി സംവാദിച്ചിരുന്നത്. അതായത് ട്രാൻസ്ലേറ്റർ വേണമല്ലോ, അതാണ്. പുതുലോകം മാറുന്ന സാമ്പത്തിക ക്രമങ്ങൾ, ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾ, ആഗോള വ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങൾ വഴി തുറന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്തു. വ്യാപാര രംഗത്ത് നേരത്തെ മുതൽ പ്രവർത്തിച്ചിരുന്നവർ ഇതോടെ അതിസമ്പന്നരായി മാറി. ഇവരെ കച്ചവട മുതലാളിമാർ എന്നാണ് വിളിച്ചിരുന്നത്. ഈ സമ്പദ് വ്യവസ്ഥയെ കച്ചവട മുതലാളിത്തം എന്ന് വിളിക്കുന്നു. അതായത് പഴയ പാരമ്പര്യമായിട്ട് അവരെന്താണ്, പണക്കാരായി മാറിയില്ലേ, അതായത് നല്ല മുതലാളിമാരായി മാറിയില്ലേ, അവരാണ് കച്ചവട മുതലാളികൾ. അവന്റെ ആ ഒരു സമ്പദ് വ്യവസ്ഥയെ നമ്മൾ എന്താ വിളിക്കുക? കച്ചവട മുതലാളിത്തം എന്നാണ് വിളിക്കുക. അതാണ് മെർക്കന്റ് ക്യാപിറ്റലിസം.
അടുത്ത് കച്ചവട മുതലാളിമാർ ഗ്രാമീണ മേഖലയിൽ താമസിച്ചിരുന്ന കൈത്തൊഴിലുകാർക്ക് അസംസ്കൃത വസ്തുക്കൾ വിതരണം ചെയ്യുകയും കൈത്തൊഴിലുകൾ അവരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് ഉൽപാദനം നടത്തുകയും ചെയ്തിരുന്നു. കൈത്തൊഴിലുകാർക്ക് അവരുടെ സേവനത്തിന് പ്രതിഫലം നൽകിയ ശേഷം ഇവർ ഈ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിറ്റഴിക്കുകയും ലാഭം നേടുകയും ചെയ്തു. ഇത്തരത്തിൽ ഉൽപാദകരുടെയും ഉപഭോക്താക്കളുടെയും ഇടയിലെ മധ്യവർത്തികളായി കച്ചവട മുതലാളിമാർ മാറി. കോളനിവൽക്കരണത്തിലൂടെ നേടിയ സമ്പത്ത് ഉപയോഗിച്ച് ഇംഗ്ലണ്ട് വ്യവസായശാലകൾ ആരംഭിച്ച കാര്യം നമ്മൾ നോക്കിയില്ലേ. ഇങ്ങനെ സമ്പത്ത് നിക്ഷേപിച്ചവർ വ്യവസായശാലകളുടെ ഉടമസ്ഥരാവുകയും വൻതോതിൽ ലാഭം നേടുകയും ചെയ്തു. ഇതോടെ കച്ചവട മുതലാളിത്തം വ്യാവസായിക മുതലാളിത്തത്തിന് വഴിതെളിച്ചു. അപ്പോ കച്ചവട മുതലാളിത്തമാണ് വ്യാവസായിക മുതലാളിത്തത്തിന് വഴിതെളിച്ചത്. ഇനി അടുത്തത് വ്യാവസായിക വിപ്ലവത്തിലേക്ക് നമുക്ക് നോക്കാം. ഫ്രഞ്ച് വിപ്ലവം യൂറോപ്പിൽ യുദ്ധത്തിന്റെ അഗ്നിക്ക് വഴിമാറുന്ന വേളയിൽ ചാനലിനപ്പുറത്ത്, ഇംഗ്ലീഷ് ചാനൽ കേട്ടോ, പകൽ സൂര്യനെ തടഞ്ഞുകൊണ്ടും രാത്രി ആകാശത്തെ ബാസുരമാക്കിക്കൊണ്ടും ഇംഗ്ലണ്ടിലെ ഫാക്ടറികളിലെ ചിമ്മിനികളിൽ നിന്ന് തീയും പുകയും ഉയർന്നു തുടങ്ങി. ഇത് ഇംഗ്ലണ്ടിലെ ഒരു ഇരുമ്പ് വ്യവസായശാലയാണ് പറയുന്നത് കേട്ടോ. 18-ാം നൂറ്റാണ്ടോടുകൂടി ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന ഫാക്ടറികളെ കുറിച്ചുള്ള സൂചനയാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഈ ഫാക്ടറികൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് വൻതോതിൽ ഉൽപാദനം നടത്തി. ഉൽപാദന മേഖലയിലുള്ള യന്ത്രങ്ങളുടെ കടന്നുവരവ് നിരവധി മാറ്റങ്ങൾ സൃഷ്ടിച്ചു. 1780-നും 1850-നും ഇടയിൽ ഉൽപാദന രംഗത്തുണ്ടായ ഇത്തരം മാറ്റങ്ങളെയാണ് വ്യാവസായിക വിപ്ലവം. എപ്പോഴാണ്? 1780 1850 എങ്ങനെ ഉണ്ടായിട്ടുള്ള ഉൽപാദന രംഗത്തുണ്ടായ മാറ്റങ്ങളെയാണ് വ്യാവസായിക വിപ്ലവം എന്ന് വിളിക്കുന്നത്. വ്യാവസായിക വിപ്ലവത്തിന്റെ ആരംഭം തുണി ഉൽപാദന മേഖലയിലാണ്. വെരി വെരി ഇമ്പോർട്ടന്റ്, തുണി ഉൽപാദന മേഖലയിലായിരുന്നു. ശ്രദ്ധിച്ചോളൂ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായി ഉണ്ടാവുന്ന പ്രധാന മാറ്റങ്ങള്. ഉൽപാദനം യന്ത്രാധിഷ്ഠിതമായി. മെച്ചപ്പെട്ട ഇരുമ്പുരുക്കു സാങ്കേതിക വിദ്യ വികസിക്കുകയും തൽഫലമായി മികച്ച ഉപകരണങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തു. ഊർജ സ്രോതസ്സായി ആവി ഉപയോഗിച്ചു തുടങ്ങി. ഗതാഗത സൗകര്യങ്ങൾ വികസിച്ചു. ഉൽപാദനം കുടിലുകളിൽ നിന്നും ഫാക്ടറികളിലേക്ക് മാറ്റി. നോക്കൂ, വ്യാവസായിക വിപ്ലവം മനുഷ്യ ജീവിതത്തിൽ ഗുണകരവും ദോഷകരവുമായുള്ള മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. അതിന്റെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫാക്ടറികളുടെ ഉദയം, ഉൽപാദന വർധനവ്, പുതിയ തൊഴിലവസരങ്ങള്, നഗരങ്ങളുടെ ഉദയവും വ്യാപനവും, നാഗരിക ജീവിതം, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. കോട്ടങ്ങള്, തൊഴിലാളികളെ ചൂഷണം ചെയ്യൽ, ദാരിദ്ര്യം, പകർച്ചവ്യാധി, സ്ത്രീകൾക്കും കുട്ടികൾക്കും ദൈർഘ്യമേറിയ തൊഴിൽ സമയം, കുറഞ്ഞ വേതനവും, ചേരികളുടെ ഉദയം, തിരക്കേറിയ ശുചിത്വമില്ലാത്തതുമായ നഗരങ്ങൾ, നഗരങ്ങളിൽ തൊഴിലാളികൾക്ക് ദുരിത ജീവിതം. കേട്ടില്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കാർഷിക വിപ്ലവമാണ് അല്ലെ. വ്യാവസായിക വിപ്ലവം 780-850 ആ കാലയളവിനിടയിലുള്ളതാണ്. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ കാർഷിക രംഗത്തുണ്ടായ വലിയ മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കാനാണ് കാർഷിക വിപ്ലവം എന്ന പദം ഉപയോഗിക്കുന്നത്. കാർഷിക വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാന മാറ്റങ്ങള്: ചെറിയ കൃഷിയിടങ്ങളെ കൂട്ടിച്ചേർത്ത് വലിയ കൃഷിയിടങ്ങളിലേക്ക് വേലികെട്ടി സംരക്ഷിച്ചു. വിളമാറ്റ കൃഷി ആരംഭിച്ചു. അപ്പൊ കാർഷിക വിപ്ലവത്തിലാണ് വിളമാറ്റ കൃഷി കേട്ടോ. പുതിയ കാർഷികോപകരണങ്ങളുടെ ഉപയോഗം, തൽഫലമായി ഭക്ഷ്യോൽപാദനത്തിൽ വർധനവുണ്ടായിട്ടാ. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെന്റ് ഗിൽസ് ആണ്. ലണ്ടൻ നഗരത്തിലെ സെന്റ് ഗിൽസ് ചേരിയിലെ ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്ന ചിത്രമാണിത്. കണ്ടില്ലേ? വെടിവെപ്പ് നോക്കിയോളൂ. വെടിപ്പാക്കപ്പെടാത്ത കുട്ടികൾ, നീണ്ട് ചീകി ഒതുക്കാത്ത മുടിയുള്ള, കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളെടുത്ത പുകവലിക്കുന്ന, ഏറെയും അയർലാൻഡിൽ നിന്ന് വന്ന ക്ഷീണിച്ച് അവശരായ പുരുഷന്മാർ, ഷൂവും കാലുറയും ഇല്ലാത്ത മിക്കവാറും ഒരു കുഞ്ഞിനെ മാറത്തു ചേർത്തിട്ടുള്ള അരയോട് ചേർത്ത് ഒരു വള്ളി കൊണ്ട് കെട്ടിയ ഒറ്റയുടുപ്പ് മാത്രമിട്ട സ്ത്രീകള്, ചെന്നായ്ക്കളെ പോലെയുള്ള നായ്ക്കള്, ചീഞ്ഞ പച്ചക്കറികള്, ചിതറിക്കിടക്കുന്ന നടപ്പാതകള്, ഉയരം കുറഞ്ഞ വീടുകള്, തെരുവിനു കുറുകെ തൂക്കിയിട്ടിരിക്കുന്ന ലിനൻ, ജോലിക്കിടയിൽ സ്തംഭിച്ചുപോയ ജനത, ഷൂട്ടിംഗ് ജാക്കറ്റുകളുടെ അവശിഷ്ടങ്ങളുടെ ഇടയിലും ജനൽപ്പാളികൾ ചാരിയും മുറ്റവും പാതയും തടസ്സപ്പെടുത്തി വിശ്രമിക്കുന്നവർ, അവർക്കു ചുറ്റും ഉറക്കമൊഴിഞ്ഞ് ടെന്നോണം തളർന്ന് അവശരായ ബാലന്മാർ, ബഹുജനങ്ങളും അവരുടെ ജീവനോപാധികളും തമ്മിലുള്ള ബന്ധം മുൻപൊരിക്കലും ഇത്രയ്ക്ക് മോശമായിരുന്നില്ല. അപ്പോ സെന്റ് ഗിൽസ് എന്ന് പറഞ്ഞ ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു നഗരമാണ്, ഒരു പത്രമാണ്, ഒരു പ്രദേശമാണ്, നമുക്ക് പറയാട്ട പട്ടണമാണ്. അപ്പോൾ ചേരിയാണ് കേട്ടോ. സെന്റ് ഗിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ചേരിയാണ്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി അടുത്തത് വ്യാവസായ വൽക്കരണത്തിന്റെ കോട്ടങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു അല്ലെ. വ്യാവസായിക മുതലാളിത്ത ചൂഷണത്തിനെതിരെ വിവിധ തരത്തിലുള്ള
പ്രതിഷേധങ്ങളും ആശയങ്ങളും ഉയർന്നു വന്നു. ഇതിൽ സുപ്രധാനമായിരുന്നു സോഷ്യലിസ്റ്റ് ആശയങ്ങൾ. വിഭവങ്ങളുടെ നീതിയുക്തമായ വിതരണവും ഉൽപാദനവാദികളുടെ പൊതു ഉടമസ്ഥതയുമായിരുന്നു സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ കേന്ദ്ര ബിന്ദു. ആദ്യകാലത്ത് ഒരു സങ്കല്പമോ സ്വപ്നമോ ആയിരുന്ന സോഷ്യലിസത്തെ പ്രായോഗികവും ശാസ്ത്രീയവുമായ ഒരു പ്രത്യായ ശാസ്ത്രമാക്കി മാറ്റിയത് കാൾ മാർക്സും ഫെഡറിക് എംഗൽസും ചേർന്നാണ്. കാൾ മാർക്സിന്റെ ചിത്രം കാണുന്നില്ലേ നിങ്ങളെ? അതാണ്. ഇനി സാമ്രാജ്യത്വം, നമുക്ക് സാമ്രാജ്യത്വം നോക്കാം. ബ്രിട്ടീഷ് ആക്ഷേപഹാസ്യ മാസികയായ പഞ്ച് 1906 പ്രസിദ്ധീകരിച്ച കാർട്ടൂണാണിത്. ഒരു സർപ്പത്തിന്റെ രൂപത്തിൽ റബ്ബർ ചുരുളുകളായി ബെൽജിയത്തിലെ ലിയോപോൾഡ് രാജാവ് ഒരു കോങ്കോ സ്വദേശിയെ ചുറ്റി വരിയുന്നതാണ് കാർട്ടൂണിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യമായിരുന്ന ബെൽജിയം ആഫ്രിക്കയിലെ കോങ്കോയിൽ ആരംഭിച്ച റബ്ബർ കൃഷി അവിടത്തുകാരെ എങ്ങനെ ബാധിച്ചു എന്നാണ് കാർട്ടൂൺ അടയാളപ്പെടുത്തുന്നത്. അതായത് അത്രയും വെരിഞ്ഞു മുറുകുന്ന ഒരു ജീവിത സാഹചര്യങ്ങളുടെ അല്ലേ. എന്തിനായിരിക്കാം ബെൽജിയം ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ റബ്ബർ കൃഷി ആരംഭിച്ചത്? അപ്പോൾ ആഫ്രിക്കയിലെ കോങ്കോയിൽ ആരാണ് റബ്ബർ കൃഷി ആരംഭിച്ചത്? ബെൽജിയമാണ് കേട്ടോ. അത് നമുക്ക് മനസ്സിലായില്ലേ? ബെൽജിയത്തിലെ കോങ്കോയിലെ റബ്ബർ ചുരുളുകൾ ചിത്രം കാണിക്കുന്നത്. വ്യവസായശാലകളിൽ ഉൽപാദനം വർദ്ധിച്ചതോടെ ഇവയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ പൂർണ്ണമായും വ്യാവസായിക രാജ്യങ്ങളിൽ നിന്ന് തന്നെ കണ്ടെത്താൻ കഴിയാതെ വന്നു. തൽഫലമായി ബെൽജിയം പോലുള്ള വ്യാവസായിക രാജ്യങ്ങൾ കോളനികളെ തങ്ങൾക്ക് റബ്ബർ പോലുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റി. ഉൽപാദനം പരമാവധി വർദ്ധിപ്പിച്ചും വേതനം കുറച്ചും ലാഭം നേടിയെടുക്കാൻ വ്യാവസായിക മുതലാളിമാർ ശ്രമിച്ചു. വേതനത്തിലെ കുറവ് ജനങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനുള്ള ശേഷി കുറച്ചു. തന്മൂലം ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും അതത് രാജ്യങ്ങളിൽ തന്നെ വിറ്റഴിക്കാൻ കഴിയാതെ വന്നു. അങ്ങനെ വ്യാവസായിക രാഷ്ട്രങ്ങൾ വിപണികൾക്കായി അന്വേഷണം ആരംഭിച്ചു. കോളനികളിലാണ് ഇവർ ഈ വിപണികൾ കണ്ടെത്തിയത്. ചുരുക്കത്തിൽ കോളനികളെ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള ഇടവും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണികളുമായി യൂറോപ്യർ മാറ്റി. ഇതിനായി അവിടെ രാഷ്ട്രീയാധിപത്യം സ്ഥാപിച്ചു. ഇതാണ് സാമ്രാജ്യത്വത്തിന് വഴിതെളിച്ചത്. സാമ്രാജ്യത്വം എന്താണെന്ന് നോക്കാം. ഒരു സാമ്രാജ്യത്തിന്റെ സ്പെല്ലിംഗ് നോക്കിക്കോളൂ, മലയാളത്തിൽ വരും കേട്ടോ. സ്പെല്ലിംഗ് നോക്കാന് സാമ്രാജ്യത്വം, സാമ്രാജ്യത്വമാണ് കേട്ടോ. ഒരു രാജ്യം അതിന്റെ അതിർത്തിക്ക് പുറത്തുള്ള മറ്റ് പ്രദേശങ്ങളുടെ മേൽ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക അധീശത്വം സ്ഥാപിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സാമ്രാജ്യത്വം. അതൊക്കെ നമുക്കറിയാം. 19ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പാദത്തോടുകൂടി ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ വൻ സാമ്രാജ്യത്വ ശക്തികളായി മാറി. ലോകത്തിന്റെ വലിയൊരു ഭാഗം ഈ രണ്ട് ശക്തികളുടെ ആധിപത്യത്തിലായി തീർന്നു. താമസിയാതെ പുതിയ സാമ്രാജ്യത്വ രാജ്യങ്ങളായി ജർമ്മനി, ഇറ്റലി, ബെൽജിയം, അമേരിക്ക, ജപ്പാൻ എന്നീ രാജ്യങ്ങളും ഉയർന്നു വന്നു. ഈ പുതിയ സാമ്രാജ്യത്വ രാജ്യങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങളുടെ കോളനികൾ വ്യാപിപ്പിക്കുവാൻ ശ്രമം ആരംഭിച്ചു. ഇത് പഴയ സാമ്രാജ്യത്വ ശക്തികളും പുതിയവരും തമ്മിലുള്ള കിടമത്സരത്തിലേക്ക് നയിച്ചു. ഇത് 20ാം നൂറ്റാണ്ടിലെ ലോക ചരിത്രത്തിന്റെ ഗതിയെ സ്വാധീനിക്കുകയും പുതിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. അവ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. നോക്കിക്കോളൂ. ഒന്നാം ലോക യുദ്ധമാണ് ഇവിടെ പറയുന്നത്. 1914 നമുക്ക് അറിയാലേ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോളൂ. പ്രശസ്ത ചരിത്രകാരൻ എറിക് ഹോബ്സ്ബോം ഫ്രഞ്ച് പ്രസിഡന്റ് സാരാവോയിലേക്ക് നടത്തിയ യാത്രയെ വിവരിക്കുന്ന ഭാഗമാണ് അവിടെ കൊടുത്തത്. 1914 മുതൽ 1918 വരെ നടന്ന ഒന്നാം ലോക യുദ്ധത്തിന്റെ കാരണങ്ങളിൽ ഒന്നായ കൊലപാതകമാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ ഒന്നാം ലോക യുദ്ധത്തിന്റെ കാലഘട്ടം എപ്പോഴാണ്? 14 മുതൽ 18. 1914 മുതൽ 1918 വരെയാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കെടുത്ത ആദ്യ യുദ്ധമായിരുന്നു ഇത്. യുദ്ധത്തിലേക്ക് നയിച്ച മറ്റ് കാരണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ കിടമത്സരം. സാമ്രാജ്യത്വ ശക്തികളുടെ കിടമത്സരത്തെ കുറിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചുല്ലേ. പഴയ സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ കൈവശമുള്ള പ്രദേശങ്ങളെ പിടിച്ചെടുത്താൽ മാത്രമേ പുതിയ സാമ്രാജ്യത്വ ശക്തികൾക്ക് തങ്ങളുടെ ഉദ്യമത്തിൽ വിജയിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. സാമ്പത്തിക, വ്യവസായിക രംഗങ്ങളിൽ ജർമ്മനി കൈവരിച്ച അഭൂതപൂർവമായ മുന്നേറ്റം ഫ്രാൻസിനെയും ഇംഗ്ലണ്ടിനെയും ആശങ്കപ്പെടുത്തി. ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും പ്രദേശങ്ങൾ ഇംഗ്ലണ്ടിന്റെയും ഫ്രാൻസിന്റെയും കോളനികളായി ഇരുന്നതിനാൽ തുർക്കിയുടെ നിയന്ത്രണത്തിലായിരുന്ന ഓട്ടോമൻ സാമ്രാജ്യത്തിലെ പ്രദേശങ്ങളിലേക്കായിരുന്നു ജർമ്മനി കണ്ണുവെച്ചത്. ഇതിനായി അവർ ബെർലിൻ, ബാഗ്ദാദ് റെയിൽവേ പാത ആസൂത്രണം ചെയ്തു. ഇത് തങ്ങളുടെ സ്വാധീന മേഖലകളുടെ സുരക്ഷയെ ബാധിക്കുമോ എന്ന ആശങ്ക ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നീ രാജ്യങ്ങൾക്കുണ്ടായി. അങ്ങനെ സംഘർഷങ്ങളും ശത്രുതയും വളർന്നു വന്നു. ഇനി നമ്മുടെ എക്സാമിന് നമ്മൾ ചോദിച്ചാണല്ലേ
പാൻ സ്ലാവ് പ്രസ്ഥാനം എന്ന് പറഞ്ഞത് അല്ലെ സെർബിയ ആയിരുന്നു. അതിലെ ആൻസർ എന്ന് പറഞ്ഞത് കിഴക്കൻ യൂറോപ്പിലെ സ്ലാവ് വംശജർ വസിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഏകീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച പ്രസ്ഥാനമാണിത്. ബാൾക്കൻ രാജ്യമായ കണ്ടില്ലേ സെർബിയ വന്നതിന്റെ പുതിയ ടെസ്റ്റിൽ നിന്നാണ് ആ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ പുതിയ ടെസ്റ്റ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ മനസ്സിലായിക്കോളൂ. ബാൾക്കൻ രാജ്യമായ സെർബിയ ഇതിന് നേതൃത്വം നൽകി. അപ്പൊ പാൻസ്ലാവ് പ്രസ്ഥാനം സെർബിയ, പാൻസ്ലാവിന് സായില്ല, അപ്പൊ സെർബിയ കേട്ടോ. പാൻസ്ലാവ് സെർബിയ. നമ്മള് പാൻസ്ലാവ് അതായത് നമ്മൾ ഈ നമ്മൾ സ്ലാവിന്റെ മുകളിലെ പാനൊക്കെ വെച്ച് പാത്രങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്നത്, അത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്യണത് അല്ലേ. പാൻസ്ലാവ് സെർബിയ കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബാൾക്കൻ രാജ്യമാണ് കേട്ടോ, ബാൾക്കൻ രാജ്യമാണ് പാൻസ്ലാവിൽ വരുന്നത്. ശ്രദ്ധിച്ചോളൂ. ഈ പ്രസ്ഥാനത്തെ റഷ്യ പിന്തുണച്ചത് ആരാണ്? റഷ്യയാണ്. നേതൃത്വം കൊടുത്തതായിരുന്നു നമുക്ക് എക്സാമിൽ ചോദിച്ചില്ല. അന്ന് എല്ലാവരും റഷ്യ എന്നാണ് ആൻസർ പറഞ്ഞത്. അല്ല, പിന്തുണച്ചതാണ് റഷ്യ, നേതൃത്വം കൊടുത്തത് ആരാണ്? സെർബിയാണ്. അവിടെ നേതൃത്വം കൊടുത്തത് ആരാണെന്നാണ് ചോദിച്ചത് അല്ലേ. അത് ആരാണ്? നമ്മുടെ സെർബിയാണ് കേട്ടോ. പുതിയ ടെസ്റ്റ് പ്രകാരമാണ് അത് പിന്തുണച്ചത് റഷ്യയാണ്. ശ്രദ്ധിച്ചോളൂ, പാൻസ്ലാവ് പ്രസ്ഥാനത്തിൽ വരുന്ന റഷ്യയും സെർബിയുമാണ്, പിന്തുണച്ചത് റഷ്യയുമാണ്, അതേപോലെ തന്നെ നേതൃത്വം നൽകിയത് സെർബിയാണ്. ശ്രദ്ധിച്ചോളൂ. ഇനി പാൻ ജർമ്മൻ പ്രസ്ഥാനമാണ്. ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണിത്. മധ്യ യൂറോപ്പിലേക്കും ബാൾക്കൺ മേഖലയിലേക്കും അധികാരം വ്യാപിപ്പിക്കാനായി ട്യൂട്ടോണിക് വംശജരെ ഏകോപിക്കുക എന്നതായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. പാൻ ജർമ്മൻ എന്താണ്? ട്യൂട്ടോണിക് വംശജര് കേട്ടോ. ട്യൂട്ടോൺ. ഇനി അടുത്ത് നമ്മളെ നോക്കാൻ പോകുന്നത് സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ കിടമത്സരം. അത് നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചോളൂ, അത് നമ്മൾ നോക്കിയതാണ് അല്ലേ. ആ സാക്കട മത്സരം നോക്കി, അതാണ് നമ്മുടെ ഒന്നാം ലോക യുദ്ധത്തിന് കാരണമായിട്ടുള്ള ഒന്ന്. രണ്ടാമത്തത് തീവ്ര ദേശീയത, സ്വന്തം രാജ്യത്തോടുള്ള അമിതവും വൈകാരികവുമായ സ്നേഹവും അതിന്റെ മഹത്വവൽക്കരണവുമാണ് തീവ്ര ദേശീയത. ഇത് പലപ്പോഴും വംശീയതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു വംശത്തിൽപ്പെട്ട ജനങ്ങൾ വസിക്കുന്ന പ്രദേശങ്ങളെല്ലാം തങ്ങളുടേതാണെന്ന വാദം പല രാജ്യങ്ങളും മുന്നോട്ട് വെച്ചു. ഇത്തരം പ്രദേശങ്ങൾ സ്വന്തമാക്കി തങ്ങളുടെ രാഷ്ട്ര വിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഈ രാഷ്ട്രങ്ങൾ വംശീയതയെ ഉപയോഗിക്കുകയായിരുന്നു. തീവ്ര ദേശീയത ജർമ്മനി, സെർബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ അപകടകരമായ അവസ്ഥയിലേക്ക് വളർന്നു. പാൻസ്ലാവ്, പാൻ ജർമ്മൻ പ്രസ്ഥാനങ്ങൾ. അപ്പൊ തീവ്ര ദേശീയയിൽ വന്നതാണ് ഏത്? പാൻസ്ലാവ്, പാൻ ജർമ്മൻ പ്രസ്ഥാനങ്ങൾ കേട്ടോ. ശ്രദ്ധിച്ചോളൂ, ഇത്തരത്തിലുള്ള തീവ്ര ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പൊ തീവ്ര ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? പാൻസ്ലാവ്, പാൻ ജർമ്മൻ. തീവ്രം പറഞ്ഞാൽ നമ്മളെ ഈ പാനൊക്കെ അടുപ്പിൽ വയ്ക്കുമ്പോ എന്താണ് തീവ്രമായിട്ട് ചൂടുണ്ടാവില്ലേ. അപ്പൊ തീവ്ര ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പാന് വരുന്നതായിരിക്കും പാൻസ്ലാവ്, പാൻ ജർമ്മൻ ട്ടാ. പാൻസ്ലാവ്, പാൻ ജർമ്മൻ. ശ്രദ്ധിച്ചോളൂ. അടുത്തത് മൂന്നാമത്തെ കാരണം സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം. കോളനികൾക്കായുള്ള മത്സരവും തീവ്ര ദേശീയതയും 19-ാം നൂറ്റാണ്ടിന്റെ അവസാന നാളുകളിൽ യൂറോപ്പിലെ രാജ്യങ്ങൾക്കിടയിൽ പരസ്പരം ഭയവും സംശയവും ജനിപ്പിച്ചു. ഇത് രാജ്യങ്ങളെ സൈനിക സംഘങ്ങൾ രൂപീകരിക്കാൻ പ്രേരിപ്പിച്ചു. തൽഫലമായി 2 പ്രധാന സൈനിക സംഘങ്ങൾ രൂപപ്പെട്ടു. അവയാണ് ത്രികക്ഷി സംഘവും ത്രികക്ഷി സൗഹാർദ്ദവും. അപ്പൊ സൈനിക സംഘങ്ങളാണ് ഏത്? ത്രികക്ഷി സംഘവും ത്രികക്ഷി സൗഹാർദ്ദവും സൈനിക സംഘങ്ങൾ കേട്ടാ. അപ്പൊ സൈനിക സംഖ്യകൾ നമുക്ക് നോക്കാം, ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ത്രികക്ഷി സംഖ്യ നമുക്ക് നോക്കാം കേട്ടാ. ത്രികക്ഷി സംഖ്യ അത് ജിഹാന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടാ. ജി പറഞ്ഞ എന്താണ്? ജർമ്മനി കേട്ടാ. അതില് ഈ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റലിയാണ്. പിന്നെ ഹ പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രിയ ഹംഗറിയാണ് കേട്ടാ. അപ്പൊ എന്താണ്? ഇറ്റലി, ജർമ്മൻ, ഓസ്ട്രിയ, ഹംഗറി. ത്രികക്ഷി സംഖ്യം അടുത്ത ത്രികക്ഷി സൗഹാർദ്ദം പറഞ്ഞ എന്താണ്? ഫ്രണ്ട്സ് അല്ലേ, ഫ്രണ്ട്സ്. അപ്പൊ ഫ്രണ്ട്സിനോട് നമുക്ക് എന്താണ്? ഫ്രീ ആയിട്ടൊക്കെ സംസാരിക്കാലോ. അപ്പൊ ഫ്രീ എന്ന് പഠിച്ചു വെച്ചോളൂ. അതിലെ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസ്, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ, പിന്നെ നമ്മൾ എന്താണ്? ഇ ഫ്രീ പറയുമ്പോൾ എന്താണ്? ഇ അല്ലേ. അപ്പൊ ഈ ഇംഗ്ലണ്ട് കേട്ടാ, ഫ്രീ. അപ്പൊ നമുക്ക് ഫ്രണ്ട്സിനോട് ഫ്രീ ആയിട്ട് സംസാരിക്കാം. ത്രികക്ഷി സൗഹാർദ്ദം ഇംഗ്ലണ്ട്, റഷ്യ, ഫ്രാൻസ്. ത്രികക്ഷി സംഖ്യം ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ 2 സംഖ്യങ്ങളിൽപ്പെട്ട രാഷ്ട്രങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടായി. ഒരു രാഷ്ട്രത്തിന്റെ അധീനതയിലുള്ള പ്രദേശമോ കോളനിയോ മറ്റൊരു രാഷ്ട്രം പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് പലപ്പോഴും സംഘർഷങ്ങൾക്ക് വഴിതെളിച്ചത്. സൈനിക സംഘങ്ങളിൽ അംഗമായ ഏതെങ്കിലും ഒരു രാജ്യം ഉൾപ്പെട്ട സംഘർഷങ്ങളിൽ മറ്റ് സംഖ്യ അംഗങ്ങൾ കൂടി പങ്കുചേർന്നതോടെ പ്രതിസന്ധികൾ രൂക്ഷമായി തീർന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് മീറ്റാറാൻഡ് സന്ദർശനം നടത്തിയ
ബോസ്നിയയുടെ തലസ്ഥാനമായ സാരയാവോയിൽ വെച്ച് ഓസ്ട്രിയ ഹംഗറിയുടെ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡ് കൊല്ലപ്പെട്ടത് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സെർബിയൻ പൗരനായ ഗാവ്ലോ പ്രിൻസപ്പാണ് അദ്ദേഹത്തെ വധിച്ചത്. ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതൊന്നും ചോദിക്കില്ല എക്സാമിന്. സെർബിയയും ഓസ്ട്രിയയും തമ്മിൽ തർക്കം നിലനിന്നിരുന്നതിനാൽ സെർബിയയ്ക്ക് ഈ വാദത്തിൽ പങ്കുണ്ടെന്ന് ഓസ്ട്രിയ ആരോപിച്ചു. തുടർന്ന് 1914 ജൂലൈ 28 ഓസ്ട്രിയ ഹംഗറി സെർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇരുപക്ഷത്തും സംഖ്യാരാഷ്ട്രങ്ങൾ അണിചേർന്നതോടെ ഇത് ലോകയുദ്ധമായി മാറി. അപ്പോ ഓസ്ട്രിയ ഹംഗറിയും ശ്രദ്ധിച്ചോളൂ. ഓസ്ട്രിയ ഹംഗറി സെർബിയയ്ക്കെതിരെ നടന്ന യുദ്ധമാണ് എന്തായത് ലോകയുദ്ധമായിട്ട് വഴിതെളിച്ച് കേട്ടാ. ഓസ്ട്രിയ ഹംഗറിയുടെ യുദ്ധം, അതുപോലെ തന്നെ സെർബിയനോട് കേട്ടാ. ഓസ്ട്രിയ സെർബിയ, ഓസി എന്നാലോചിച്ച് വെച്ചാൽ ഓസി. അപ്പൊ എന്താണ് ഓസ്ട്രിയ ഹംഗറി സെർബിയ 1914 ജൂലൈ 28 ജൂലൈ 28. യുദ്ധത്തിന്റെ അനന്തരഫലങ്ങളെ ചുവടെ നൽകാൻ നോക്കിയോളൂ. ദശലക്ഷക്കണക്കിന് സൈനികർക്കും സാധാരണ ജനങ്ങൾക്കും ജീവഹാനി സംഭവിച്ചു. അതൊക്കെ നമുക്കറിയാം. കാർഷിക വ്യവസായ മേഖലകൾ തകർന്നു. യൂറോപ്യൻ മേധാവിത്വത്തിന്റെ തകർച്ചയ്ക്ക് ആരംഭം കുറിച്ചു. അപ്പൊ യൂറോപ്യൻ മേധാവിത്വത്തിന്റെ തകർച്ചയ്ക്ക് ആരംഭം കുറിച്ച യുദ്ധം ഏതാണ്? ഒന്നാം ലോകയുദ്ധം 14 മുതൽ 18 വരെ. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. സർവ്വരാജ്യ സഖ്യത്തിന്റെ രൂപീകരണം സർവ്വരാജ്യ സഖ്യത്തിന്റെ രൂപീകരണം നടന്ന ഏതാണ്? ലീഗ് ഓഫ് നേഷൻ. സർവ്വരാജ്യ സഖ്യത്തിന്റെ രൂപീകരണം ഒന്നാം ലോകയുദ്ധം ഇറ്റലി, ജർമ്മൻ, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ സമഗ്രാധിപത്യ ഭരണത്തിലേക്ക് നീങ്ങി. സർവ്വരാജ്യ സഖ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ലോക സമാധാനം സംരക്ഷിക്കുന്നതിനും എല്ലാ രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനും ഒരു അന്തർദേശീയ സംഘടന രൂപീകരിക്കണമെന്ന ആശയം അമേരിക്കൻ പ്രസിഡന്റായ വുഡ്രോ വിൽസൺ മുന്നോട്ട് വെച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1920 ജനുവരി 10 നമ്മുടെ പൗരത്വ നിയമം എപ്പോഴായിരുന്നു? അതായത് 2020 ജനുവരി 10 അല്ലേ? അതിന്റെ നോക്ക് 100 വർഷങ്ങൾക്ക് മുൻപ് അല്ലേ? 1920 ജനുവരി 10 സർവ്വരാജ്യ സംഘം രൂപീകരിച്ചു. ലോക സമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കുന്നതിന് രൂപീകരിച്ച അന്തർദേശീയ സംഘടനയാണ് സർവ്വരാജ്യ സഖ്യം. നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന വരുന്നതിന് മുൻപുള്ളതാണ് ഏത്? സർവ്വരാജ്യ സഖ്യം 1920 ജനുവരി 10 കേട്ടോ. 1920 ജനുവരി 10. യൂറോപ്പിൽ സമഗ്രാധിപത്യത്തിന്റെ വളർച്ച നോക്കിക്കോളൂ. നമുക്കതൊന്നും ആവശ്യമില്ല, അതൊക്കെ ഒരു അനുഭവങ്ങളാണ്. മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഓഷ്വിറ്റ്സിലെ പോളണ്ട് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിനെ നാസി തടങ്കൽ പാളയം അതിജീവിച്ച ലിദിയ മാക്സിമോവിക്സിന്റെ ജീവിതകഥയാണ്. എ ലിറ്റിൽ ഗേൾ ഇൻ ഓഷ്വിറ്റ്സ് എന്ന പുസ്തകത്തിലാണ് അവർ താൻ നേരിട്ട അനുഭവങ്ങളെ കുറിച്ച് വിവരിക്കുന്നത്. നാസിസത്തെ പറ്റി നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടോ? അതിന്റെ ചരിത്രം നമുക്ക് നോക്കാട്ടോ. അതായത് നാസിസം പറയുമ്പോൾ ഹിറ്റ്ലറാണ്. ഹിറ്റ്ലർ ഒരു നാറിയാണെന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഒന്നാം ലോകയുദ്ധം യൂറോപ്പിൽ സൃഷ്ടിച്ച സാമ്പത്തിക രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന്റെ ഫലമായി സമഗ്രാധിപത്യത്തിന് ഊന്നൽ നൽകിയ പ്രസ്ഥാനങ്ങൾ ചില രാജ്യങ്ങളിൽ ഉയർന്നു വന്നു. പൗരരുടെ സ്വകാര്യതയെ മാനിക്കാതെ ഭരണകൂടത്തിന്റെ അധികാരം ജീവിതത്തിന്റെ പല മേഖലകളിലും നിയന്ത്രണം സ്ഥാപിക്കുന്നതാണ് സമഗ്രാധിപത്യം. ഈ ആശയ സംഹിത രാഷ്ട്രത്തെ അമിതമായി വാഴ്ത്തുകയും പൗരർ അവകാശമില്ലാതെ രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കണമെന്ന നിലപാട് എടുക്കുകയും ചെയ്യുന്നു. സമഗ്രാധിപത്യത്തിന്റെ സവിശേഷതകൾ പരിശോധിക്കാം. ജനാധിപത്യത്തിന്റെ നിരാസം, സോഷ്യലിസത്തോടുള്ള വിയോജിപ്പ്, സ്വച്ഛാധിപത്യ ഭരണത്തെ പിന്തുണയ്ക്കൽ, തീവ്ര ദേശീയത, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ, യുദ്ധത്തെയും അക്രമത്തെയും മഹത്വവൽക്കരിക്കൽ. ഇനി അതാണ് നമ്മൾക്ക് ഫാഷിസം നോക്കാം. അതായത് നമ്മുടെ മുസോളിനിയുടെ ഫാഷിസം. ഫാസസ് എന്ന ലത്തീൻ പദത്തിൽ നിന്നുമാണ് ഫാഷിസം എന്ന പദം രൂപം കൊണ്ടത്. റോമൻ ചക്രവർത്തിമാരുടെ അധികാരത്തെ സൂചിപ്പിക്കുന്ന ഒരു കെട്ടുദണ്ടും അതിനു മുകളിൽ ഒരു മഴുവും എന്നതാണ് ഇതിന്റെ അർത്ഥം. എന്താണ്? ഒരു കെട്ടുദണ്ട്, അതിനു മുകളിൽ ഒരു മഴുവ് ഫാഷിസം. ഇനി ഒന്നാം ലോക യുദ്ധാനന്തരം ഇറ്റലിയും ജർമ്മനിയിലും അധികാരത്തിൽ വന്ന സമഗ്രാധിപത്യ പ്രസ്ഥാനങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ഇറ്റലി, ജർമ്മനി ഇറ്റലിയിൽ ഫാഷിസം എന്നറിയപ്പെടുന്നു. ഇറ്റലിയിൽ എന്താണ്? ഫാഷിസം. ഇറ്റലി ഫാഷിസം. നമ്മൾ ഇറ്റലിയൊക്കെ ഭയങ്കര ഫാഷൻ ആയിട്ടൊക്കെ ഉണ്ടാക്കില്ല, അങ്ങനെ ആലോചിക്കാട്ടാ. ജർമ്മനി എന്താണ്? നാസിസം. ജർമ്മൻ നായ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? ജർമ്മൻ നായ. അപ്പൊ അങ്ങനെ ആലോചിച്ചാട്ടാ. ജർമ്മനി നാസിസം. അടുത്ത സ്ഥാപകൻ ഇറ്റലി. നമ്മുടെ ഫാഷിസത്തിന്റെ സ്ഥാപകൻ ആരാണ്? മുസോളിനി ആട്ടാ. ബെനിറ്റോ മുസോളിനി. ജർമ്മനി അപ്പൊ ആരായിരിക്കും? അഡോൾഫ് ഹിറ്റ്ലർ. സ്ഥാപകൻ നാസിസം അല്ലേ ഹിറ്റ്ലർ. 1922 അധികാരം പിടിച്ചെടുക്കുമെന്ന് ഭയപ്പെടുത്തി തലസ്ഥാനമായ റോമിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ഇറ്റലിയാണ്. അടുത്തത്
നമുക്ക് ഇറ്റലിന്റെ കാര്യം നോക്കാം അല്ലെ. മാർച്ചിന് ശേഷം അധികാരത്തിൽ വന്നു. കരിങ്കുപ്പായക്കാർ എന്ന സായുധ സംഘത്തെ രൂപീകരിച്ചു. ബ്ലാക്ക് ഷർട്ട് അത് നമ്മുടെ മുസോളിനി എന്താണ്? മുസോളിനി ബ്ലാക്ക് ആണ് കേട്ടോ. മുസോളിനി ബ്ലാക്ക്. മുസോളിനി നമ്മൾ ഈ മുസീബത്ത് എന്നൊക്കെ പറയില്ലേ, മുസീബത്ത് അതെന്താണ്? ഈ കറുത്ത ഈ നിറത്തിലല്ലേ നമ്മൾ സൂചിപ്പിക്കുക മുസീബത്ത്. അപ്പൊ മുസോളിനി കരിങ്കുപ്പായക്കാർ കേട്ടാ. ഫാഷിസ്റ്റ് ഇതര പാർട്ടികളെ നിരോധിച്ചു. അതായത് ഫാഷിസ്റ്റ് അല്ലാത്തവരിനെയൊക്കെ നിരോധിച്ചു. സോഷ്യലിസ്റ്റ് തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളോടുള്ള ശത്രുത. സോഷ്യലിസ്റ്റിനോടും ശത്രുതയുണ്ടായിരുന്നു മുസോളിനിക്ക്, തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളോടും ശത്രുതയുണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ജർമ്മനിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 1923 അധികാരം പിടിച്ചെടുക്കാൻ ബെർലിനിയയിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും തുടർന്ന് തുറുങ്കിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്താനുള്ള ശ്രമം ആരംഭിച്ചു. തവിട്ടുകുപ്പായക്കാരാണ് ജർമ്മനിയിലെ നമ്മുടെ ഹിറ്റ്ലർ എന്ന് പറഞ്ഞ എന്താണ്? ഹിറ്റ്ലർ തവിട്ടുകുപ്പായക്കാരാണ്. ഈ ഹിറ്റ്ലറൊക്കെ എന്താണ്? ചവിട്ടാണ് ചെയ്യല്. അപ്പൊ അങ്ങനല്ലേക്ക് തവിട്ടുകുപ്പായക്കാര് എന്ന സൈന്യത്തിന് രൂപം നൽകി. 1933 തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും കുതന്ത്രങ്ങളിലൂടെ അധികാരത്തിൽ വന്നു. കമ്മ്യൂണിസ്റ്റുകൾ, സോഷ്യലിസ്റ്റുകൾ, ജനാധിപത്യവാദികൾ, ജൂതർ എന്നിവരെ ഇല്ലാതാക്കാനുള്ള നയം നടപ്പിലാക്കി. അപ്പൊ ജൂതന്മാർക്കൊക്കെ എതിരെ നിന്നാരാണ്? ഹിറ്റ്ലർ ആട്ടാ. ഗസ്റ്റപ്പോ എന്ന രഹസ്യ പോലീസ് സേനയെ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. ഗസ്റ്റപ്പോ ആണ് ഹിറ്റ്ലറിന്റെ രഹസ്യ സേന കേട്ടോ. ഹിറ്റ്ലറുടെ ആക്രമണ പരമ്പരകൾ 2ാം ലോക യുദ്ധത്തിലേക്ക് നയിച്ചു. അപ്പൊ ഹിറ്റ്ലറാണ് 2ാം ലോക യുദ്ധത്തിന് വഴിതെളിച്ചത് എന്ന് മനസ്സിലാക്കിക്കോളൂ കേട്ടാ. ഇനി നോക്കിക്കോളൂ, വീണ്ടും യുദ്ധത്തിലേക്ക്. നമ്മുടെ 2ാം ലോക യുദ്ധത്തിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഫ്രഞ്ച് ലിബറേഷൻ ആർമിയിലെ ഇറ്റാലിയൻസ്, അത് ആ ഒരു കാര്യമാണ് ഇവിടെ പറയണത്. അപ്പോ 2ാം ലോക യുദ്ധം എന്ന് പറഞ്ഞപ്പോഴാണ് 1939 മുതൽ 1945 വരെ യുദ്ധത്തിന്റെ പശ്ചാത്തലം നമുക്ക് പരിശോധിക്കാം. 2ാം ലോക യുദ്ധത്തിന്റെ കാലഘട്ടം 39 മുതൽ 45, ഒന്നാമത്തെയോ 14 മുതൽ 18, രണ്ടാമത്തെ 39 മുതൽ 45. വേഴ്സായ് ഉടമ്പടി ചോദിക്കാറുണ്ട് പ്രസ്താവനയില്. 1ാം ലോക യുദ്ധാനന്തരം സംഖ്യാ കക്ഷികളുമായി ജർമ്മനി ഒപ്പുവെച്ച സമാധാന സന്ധിയാണ് വേഴ്സായ് ഉടമ്പടി. സമാധാന സന്ധിയാണ് ട്ടാ. 1ാം ലോക യുദ്ധാനന്തരം ട്ടാ. സംഖ്യാകക്ഷികളുമായിട്ട് ട്ടാ, ശ്രദ്ധിച്ചോളൂ, സംഖ്യാകക്ഷികളുമായിട്ട്. അതിന്റെ വ്യവസ്ഥകളാണ് 2ാം ലോക യുദ്ധത്തിന്റെ വിത്തുകൾ പാകിയത്. ഈ ഉടമ്പടി പ്രകാരം ജർമ്മനിക്ക് കോളനികളും തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു. ജർമ്മനിയെ നിരായുധീകരിക്കുകയും യുദ്ധപ്പിഴയായി വൻതുക ജർമ്മനിയുടെ മേൽ ചുമത്തുകയും ചെയ്തു. ചുരുക്കത്തിൽ 2ാം ലോക യുദ്ധം വേഴ്സായ് ഉടമ്പടിയോടും അതിന്റെ ശില്പികളോടുമുള്ള ജർമ്മൻ കലാപമായിരുന്നു കേട്ടോ. ജർമ്മൻ വീണ്ടും എന്താണ് നടത്തിയ കലാപമാണ് കേട്ടാ. അവർക്ക് ആ സമാധാന ഉടമ്പടി എന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് സർവ്വരാജ്യ സഖ്യത്തിന്റെ പരാജയം. നമ്മൾ സർവ്വരാജ്യ സഖ്യം എപ്പോഴാണ്? 1920 ജനുവരി 10. ശ്രദ്ധിച്ചോളൂ, അതെന്താണ്? സമാധാനത്തിന് വേണ്ടിയല്ലേ. അതൊക്കെ അത് 1ാം ലോകത്തിലുണ്ടായതാണ് അല്ലേ സർവ്വരാജ്യ സഖ്യം. ശ്രദ്ധിച്ചോളൂ കേട്ടാ. 1ാം ലോക യുദ്ധത്തിനോടനുബന്ധിച്ചുണ്ടായതാണ് സർവ്വരാജ്യ സഖ്യത്തിന്റെ പരാജയം. രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും പരിഹരിക്കാനോ അന്തർദേശീയ നിരായുധീകരണം നടപ്പിലാക്കാനോ 1ാം ലോക യുദ്ധാനന്തരം രൂപം കൊണ്ട സർവ്വരാജ്യ സഖ്യത്തിന് സാധിച്ചില്ല. ജപ്പാനും ഇറ്റലിയും ജർമ്മനിയും ആക്രമണ പരമ്പരകളുമായി മുന്നോട്ടു പോയപ്പോൾ നടപടിയെടുക്കുന്നതിൽ സർവ്വരാജ്യ സഖ്യം പരാജയപ്പെട്ടു. സൈനിക സംഘങ്ങളുടെ രൂപീകരണം. ഇനി അടുത്ത് നമ്മൾ സൈനിക സംഘങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? ത്രികക്ഷി സംഖ്യമാണ് കേട്ടോ. ത്രികക്ഷി സംഖ്യമാണ് ഏതൊക്കെ? നമ്മുടെ ത്രികക്ഷി സൗഹാർദ്ദവും ത്രികക്ഷി സംഖ്യവും കേട്ടാ. ത്രികക്ഷി സംഖ്യം ജിഹ, ത്രികക്ഷി സൗഹാർദ്ദം ഫ്രീ. ഇനി നമ്മൾ സൈനിക സംഖ്യങ്ങളാണ് കേട്ടോ. സൈനിക സംഖ്യങ്ങൾ കേട്ടാ. നമ്മളെ ശ്രദ്ധിച്ചോളൂ, അച്ചുതണ്ട് ശക്തികൾ കേട്ടാ. ഇത് 2ാം ലോക, അത് 1ാം ലോക യുദ്ധത്തിലാണ്. 1ാം ലോക യുദ്ധത്തിലാണ്. ശ്രദ്ധിച്ചോളൂ, 1ാം ലോക യുദ്ധത്തിന്റെ കാലഘട്ടത്താണ് സൈനിക സംഖ്യകൾ വന്നത്. ഏതൊക്കെ? ത്രികക്ഷി സൗഹാർദ്ദവും ത്രികക്ഷി സംഖ്യവും വന്നത് എപ്പോഴാണ്? 1ാം ലോക യുദ്ധ കാലഘട്ടത്താണ്. ഇനി 2ാം ലോക യുദ്ധകാലം 39 മുതൽ 45 വരെ നടന്നതാണ് നമ്മുടെ അച്ചുതണ്ട് ശക്തികളും സംഖ്യാശക്തികളും കേട്ടാ. അച്ചുതണ്ട് ശക്തികൾ ഏതൊക്കെയാണ്? ഇറ്റലി, ജർമ്മനി, ജപ്പാൻ. ഇജ് എന്ന് പഠിച്ചാൽ മതി. ഇജ്. അപ്പൊ ഇറ്റലി, ജർമ്മൻ, ജപ്പാൻ. അച്ചുതണ്ട് ശക്തികള്. അച്ചുതണ്ട് ശക്തികള്. ഇജിന് ഭയങ്കര തണ്ടാണ് ആലോചിച്ചാൽ ഇജ്. നമ്മള് മുസ്ലിംസ് പറയില്ലേ ഇജ് നല്ല തണ്ടാണ് പറയില്ലേ. അപ്പൊ ഇറ്റലി, ജർമ്മനി, ജപ്പാൻ. ഇനി അടുത്തത് സംഖ്യാശക്തികൾ. സംഖ്യാശക്തികൾ എന്ന് പറയുമ്പോ എന്താണ്? ഇറ്റലി, ചൈന, ഫ്രാൻസ്. ഇറ്റലി, ചൈന, ഫ്രാൻസ്. ഇറ്റലി, ചൈന, ഫ്രാൻസ്. ഇറ്റലി, ചൈന, ഫ്രാൻസ് കേട്ടാ. ഇറ്റലി, ചൈന, ഫ്രാൻസ്.
ഇതിനെന്താ നിങ്ങൾ പഠിച്ചാൽ മതി, ഫീസ് എന്നോ അങ്ങനെ എന്തെങ്കിലും പഠിച്ചാൽ മതി കേട്ടാ. അപ്പൊ നമുക്കത് കിട്ടും. എഫ്, അതുപോലെ തന്നെ FCI, ഇതിനെ ഇങ്ങനെ ഫിസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചാൽ മതി കേട്ടോ. സംഖ്യാശക്തികൾ എന്ന് പറയുമ്പോൾ എന്താണ്, IFSC ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഫീസ് എന്ന് ഇതിന് പറയാം. അപ്പോൾ ഇറ്റലി, ചൈന, ഫ്രാൻസ് അത് നമുക്ക് കിട്ടും. ഇറ്റലി, ചൈന, ഫ്രാൻസ് കേട്ടാ. ഇറ്റലി, ചൈന, ഫ്രാൻസ്. ICF എന്നോ ഇല്ലെങ്കിൽ ICF എന്നോ അതുപോലെ തന്നെ FCE എന്നോ ECF അങ്ങനെ പറയാം. ECF എന്ന് പറയാം. എങ്ങനെ വേണമെങ്കിൽ പഠിക്കോട്ടെ നിങ്ങളെ. അത് നമുക്ക് ഇത് കിട്ടും. മറ്റേ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഓൾറെഡി അറിയും. അച്ചുതണ്ട് ശക്തികൾ ഇജ്ന്ന് പഠിക്കുക. ബാക്കി 3 അറിയാം. അപ്പൊ ബാക്കിയുള്ളത് ഇംഗ്ലണ്ട്, ചൈന, ഫ്രാൻസ്. ഇംഗ്ലണ്ട്, ചൈന, ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ എവിടെ വരുന്ന അറിയാം, സംഖ്യാശക്തികളിൽ വരുന്ന അറിയാം. ഇംഗ്ലണ്ട്, ചൈന, ഫ്രാൻസ് കേട്ടോ. ഇനി മ്യൂണിക് ഉടമ്പടി നമുക്ക് നോക്കാം. ഹിറ്റ്ലർ ചെക്കോസ്ലോവാക്യയിലെ ഏറ്റവും വ്യാവസായികവൽകൃത പ്രദേശമായ സുഡറ്റൻ ലാൻഡിനു മേൽ അവകാശവാദം ഉന്നയിച്ചു. ഒരു വലിയ വിഭാഗം ജർമ്മൻ ജനത ഇവിടെ വസിക്കുന്നതുമെന്നായിരുന്നു ഹിറ്റ്ലറുടെ ഈ വാദത്തിന്റെ അടിസ്ഥാനം. ഹിറ്റ്ലറുടെ ഈ വാദത്തെ പ്രതിരോധിക്കുന്നതിന് പകരം ഫ്രാൻസും ബ്രിട്ടനും 1938 ജർമ്മനിയിലെ മ്യൂണിച്ചിൽ വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി പ്രകാരം സുഡറ്റൻ ലാൻഡ് ജർമ്മനിക്ക് വിട്ടു നൽകി. ഈ ഉടമ്പടിയാണ് മ്യൂണിച്ച് ഉടമ്പടി. എപ്പോഴാണ്, 38 ഈ ഉടമ്പടിക്ക് ചെക്കോസ്ലോവാക്യയുടെ അംഗീകാരം ഉണ്ടായിരുന്നില്ല. അവരെ പിന്തുണച്ച സോവിയറ്റ് യൂണിയനെ ചർച്ചയിലേക്ക് ക്ഷണിച്ചതുമില്ല. ഇനി പ്രീണന നയമാണ്. പ്രീണന നയം റഷ്യൻ വിപ്ലവാനന്തരം നിലവിൽ വന്ന സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ലോകത്ത് വ്യാപിപ്പിച്ചു. ഇത് പാശ്ചാത്യ മുതലാളിത്ത രാജ്യങ്ങളെ ഭയപ്പെടുത്തി. തൽഫലമായി അവർ സോവിയറ്റ് യൂണിയനെ ശത്രുവായി കണ്ടു. ഫാഷിസ്റ്റ് ആക്രമണത്തെ സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ വ്യാപനത്തെ പ്രതിരോധിക്കാനുള്ള ഉപാധിയായി അവർ കരുതി. മ്യൂണിച്ച് ഉടമ്പടി പാശ്ചാത്യ പ്രീണനത്തിന്റെ സുപ്രധാന ഉദാഹരണമാണ്. ഈ പ്രീണന നയങ്ങൾ ഹിറ്റ്ലർക്ക് ആത്മവിശ്വാസം നൽകുകയും അദ്ദേഹം ആക്രമണ പരമ്പരകൾ നിർബാധം തുടരുകയും ചെയ്തു. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുന്നതോടുകൂടിയാണ് 2ാം ലോകയുദ്ധം ആരംഭിച്ചത്. എന്താണ്, ജർമ്മനി, പോളണ്ട് കേട്ടാ. അപ്പോൾ ഓസ്ട്രിയ ഹംഗറി സെർബിയാണ് 1ാം ലോക യുദ്ധാനന്തരം കേട്ടാ. ശ്രദ്ധിച്ചോളൂ, ഓസ്ട്രിയ ഹംഗറി സെർബിയ. ശ്രദ്ധിച്ചോ. ഇവിടെ വരുന്ന എന്താണ്, ഇവിടെ ഓസ്ട്രിയ ഹംഗറി സെർബിയയ്ക്ക് നേരെ. ഇവിടെ എന്താണ്, ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുന്നതോടുകൂടിയാണ്. ജർമ്മനി പോളണ്ട് 1939 സെപ്റ്റംബർ 1 കേട്ടാ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 2ാം ലോകയുദ്ധത്തിന്റെ ഫലങ്ങൾ നമുക്ക് നോക്കാം. ദശലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു. ലോകമാകെ ഭക്ഷ്യക്ഷാമവും പകർച്ചവ്യാധിയും വ്യാപിച്ചു. യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നു. കോളനിവൽക്കരണത്തിനും സാമ്രാജ്യത്വത്തിനും തിരിച്ചടിയേറ്റു. യൂറോപ്പിന്റെ ആധിപത്യം അവസാനിച്ചു. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കും. വെരി ഇമ്പോർട്ടന്റ്. സർവ്വരാജ്യ സംഘം രൂപീകരിച്ചത് 1ാം ലോക യുദ്ധത്തിന് ശേഷം 1920 ജനുവരി 10. എന്നാൽ ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചത് 1945 ഒക്ടോബർ 24. അതെപ്പോഴാണ്, 2ാം ലോക യുദ്ധത്തിന് ശേഷം. അപ്പോൾ ഒന്നിന് സർവ്വരാജ്യ സഖ്യവും 2ാമത്തേന് ഐക്യരാഷ്ട്ര സംഘടനയുമാണ്. ഇറ്റലിയിലും ജർമ്മനിയിലും സമഗ്രാധിപത്യം അവസാനിച്ചു. ഏഷ്യയിലെയും ആഫ്രിക്കയിലും കോളനികൾ സ്വാതന്ത്ര്യം നേടി. ആഗോള ശക്തികളായി അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഉയർന്നു വന്നു. ഐക്യരാഷ്ട്ര സംഘടന നമുക്ക് നോക്കാം. 2ാം ലോകയുദ്ധത്തിന് ശേഷം ലോകസമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി രൂപം കൊണ്ട അന്തർദേശീയ സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. 1945 ഒക്ടോബർ 24 ഇത് നിലവിൽ വന്നിട്ട്. അതുകൊണ്ട് ഐക്യരാഷ്ട്ര ദിനമായിട്ട് ഒക്ടോബർ 24 ആഘോഷിക്കുക. ഇനി യുദ്ധാനന്തര ലോകം നമുക്ക് നോക്കാം. സാമ്പത്തിക താല്പര്യങ്ങളായിരുന്നു യൂറോപ്യൻ ശക്തികളുടെ സാമ്രാജ്യത്വ കിടമത്സരത്തിനും 2 ലോകയുദ്ധങ്ങൾക്കും കാരണമായതെന്ന് നമുക്ക് മനസ്സിലായില്ലേ. 2ാം ലോക യുദ്ധത്തിന്റെ അവസാനത്തോടെ പരസ്പരം പോരടിച്ചിരുന്ന യൂറോപ്യൻ ശക്തികൾ അപ്രസക്തരായി തീർന്നു. അമേരിക്കൻ ഐക്യനാടുകളും സോവിയറ്റ് യൂണിയനും വിപരീത സാമ്പത്തിക നയങ്ങൾ പിന്തുടർന്നു. അമേരിക്ക മുതലാളിത്ത നയങ്ങളും സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് നയങ്ങളും. അപ്പൊ അമേരിക്ക മുതലാളിത്ത നയങ്ങളും സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് നയങ്ങളുമാണ് സ്വീകരിച്ചത്. ഇരു രാജ്യങ്ങളും പരസ്പരം ഭയക്കുകയും സ്വന്തം ആശയങ്ങൾ ലോകം മുഴുവൻ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇവർ തമ്മിലുള്ള ഈ ശീതസമരം അരനൂറ്റാണ്ടോളം നീണ്ടു നിന്നു. അപ്പൊ ശീതസമരം ആരൊക്കെയാണ്, സോവിയറ്റ് യൂണിയനും അമേരിക്കയും കേട്ടാ. ഇവർ തമ്മിലുള്ള ഈ ശീതസമരം അരനൂറ്റാണ്ടോളം നീണ്ടു നിന്നു. 1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ ശീതസമരം അവസാനിച്ചു. അപ്പൊ ശീതസമരം എപ്പോഴാണ് അവസാനിച്ചത്, സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടിയാണ് ശീതസമരം അവസാനിച്ചത്. എപ്പോഴാണ്, 1991 അല്ലേ.
രണ്ടാം ലോക യുദ്ധാനന്തരം ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കോളനികൾ സ്വാതന്ത്ര്യം നേടിയത് നമ്മൾ മുമ്പ് പറഞ്ഞു അല്ലേ. ഇതോടെ മുതലാളിത്ത ആശയങ്ങൾ പിന്തുടർന്ന അമേരിക്ക സമ്പത്ത് ആർജിക്കുന്നതിനായി പുതിയ മാർഗങ്ങൾ സ്വീകരിച്ചു. പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾക്ക് വായ്പ നൽകി അവയെ പരോക്ഷമായി ചൂഷണം ചെയ്തു. ഇത് മറ്റൊരു തരം കോളനിവൽക്കരണമായിരുന്നു. ഈ നയം നിയോ കൊളോണലിസം, അതായത് വായ്പ നൽകിയിട്ട് ചൂഷണം ചെയ്യുക അല്ലെ, അതിനെയാണ് എന്ത് വിളിക്കുക, നിയോ കൊളോണലിസം എന്ന് പറയുന്നത്. ഈ പുത്തൻ കൊളോണിയൽ നയം ധനമുതലാളിത്തത്തിലൂടെ നടപ്പിലാക്കിയതാണ് അല്ലെ, പൈസ കൊടുക്കുന്നതിലൂടെ നടത്തിയില്ല. അതുകൊണ്ടാണ് ധനമുതലാളിത്ത നയത്തിലൂടെ നടപ്പിലാക്കിയതെന്ന് പറയുന്നത്. ശീതസമരം നമുക്ക് നോക്കാം. ശീതസമരം അമേരിക്കയും സോവിയറ്റ് യൂണിയൻ രണ്ടാം ലോക യുദ്ധാനന്തരം മുതലാളിത്ത രാജ്യങ്ങൾ അമേരിക്കയുടെയും സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയന്റെയും നേതൃത്വത്തിൽ പിന്തുടർന്ന ആശയപരമായ ഏറ്റുമുട്ടലാണ് ശീതസമരം. ഇത് പ്രത്യക്ഷത്തിന്റെയോ സമാധാനത്തിന്റെയോ കാലമായിരുന്നില്ല. ഈ രണ്ട് ചേരിയിലും പെടാത്ത രാജ്യങ്ങൾ കൂട്ടായ്മയാണ് ചേരിചേരാ പ്രസ്ഥാനം ഈ രണ്ട് ചേരിയിലും പെടാത്ത രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ചേരിചേരാ പ്രസ്ഥാനം. ശ്രദ്ധിച്ചോളൂ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ധനമുതലാളിത്തമാണ്. ബാങ്കിങ്, ഇൻഷുറൻസ് പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ മുഖ്യ പങ്കുവഹിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് ധനമുതലാളിത്തം. ബാങ്കിങ്, ഇൻഷുറൻസ് വ്യാവസായിക ഉൽപാദനത്തെക്കാളും ജനക്ഷേമത്തെക്കാളും ഈ ഘട്ടത്തിൽ പ്രാധാന്യം സാമ്പത്തിക കൈമാറ്റങ്ങൾക്കാണ്. ബാങ്കുകളും ഓഹരി വിപണിയും നിക്ഷേപ സ്ഥാപനങ്ങളും ഈ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഉൽപാദനമോ സാങ്കേതിക വിദ്യാ പരിഷ്കാരമോ ഇല്ലാതെ തന്നെ വളരെയധികം സമ്പത്ത് സ്വരുക്കൂട്ടുന്നതിന് ഈ സംവിധാനത്തിൽ അവസരം ലഭിക്കുന്നു. അടുത്ത് സൈന്യവും യുദ്ധവും കൂടാതെ ലോകം മുഴുവനും സ്വാധീനം ചെലുത്താൻ ധനമുതലാളിത്തം വൻകിട സ്ഥാപനങ്ങൾക്ക് അവസരമൊരുക്കുന്നു. ഇത്തരം സ്ഥാപനങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ മുതൽ മുടക്ക് നടത്തി ലാഭം കൊയ്യുന്നു. ധനമുതലാളിത്തം വൻ ലാഭം ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നത്. സാധാരണക്കാരും പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെടുന്നവരും അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്ന വിഭവങ്ങൾ നഷ്ടമാവുകയും അവ ഏതാനും ചില മുതലാളിമാരുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്യുന്നു. അനിയന്ത്രിതമായ വിഭവ ചൂഷണം പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. 15-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്ത് രൂപപ്പെട്ട സാമ്പത്തിക അക്രമങ്ങളെ പറ്റിയാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് അല്ലെ. പുതിയ സാങ്കേതിക വിദ്യകളും അതിനോട് ബന്ധപ്പെട്ട് സമൂഹത്തിലുണ്ടായ മാറ്റങ്ങളുമാണ് ഈ സാമ്പത്തിക മാറ്റങ്ങൾക്ക് കാരണമായത്. 5 നൂറ്റാണ്ടുകൾ കൊണ്ട് മുതലാളിത്തം പല ഘട്ടങ്ങളിലൂടെ വികസിച്ചു. ഇത് ലോക ചരിത്രത്തെ എത്ര ആഴത്തിൽ സ്വാധീനിച്ചു എന്നും കോടാനുകോടി ജനങ്ങളെ ഏതെല്ലാം രീതിയിൽ സ്പർശിച്ചുവെന്നും ഈ അധ്യായത്തിൽ നിന്നും വ്യക്തമാക്കുന്നു. ചരിത്രഗതിയെ നിർണയിക്കുന്നതിൽ സാമ്പത്തിക ഘടകങ്ങൾക്കും സംവിധാനങ്ങൾക്കുമുള്ള പങ്ക് അത് ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം മുതലാളിത്ത താല്പര്യങ്ങൾക്ക് മുൻപിൽ മാനവിക മൂല്യങ്ങൾക്കുണ്ടായ തകർച്ചയ്ക്ക് ഇക്കാലം സാക്ഷിയാവുകയും ചെയ്തു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്.